സെൽഫോൺ ശബ്ദിച്ചു. പാതി മയക്കത്തിൽ നിന്നും ഉണർന്നാണ് അർജുൻ ഫോൺ എടുത്തത്. പതർച്ചയോടെ രഘു പറഞ്ഞു, തടവുകാരെ പാർപ്പിച്ചിരുന്ന തൃക്കളൂരത്തുള്ള കെട്ടിടം ആരോ ബോംബ് വെച്ച് തകർത്തു സർ. കാതിനരികെ സ്ഫോടനമുണ്ടായതുപോലെ അർജുൻ നടുങ്ങി. തടവുകാരും ബാക്കിയില്ല. അജയനും ജോയിയും ഗുരുതരമായി പൊള്ളലേറ്റ് കാരോത്തുകുഴി ഹോസ്പിറ്റലിലുണ്ട്. അക്രമികളെ ആരെയെങ്കിലും ട്രേസ് ചെയ്യാൻ പറ്റിയോ? ഇല്ല സർ, പോലീസ് അടുത്തുള്ള വീടുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ജോയിയോ അജയനോ എന്തെങ്കിലും സൂചന തന്നോ? അവർ രണ്ടുപേരും സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല സർ. യു മീൻ ക്രിട്ടിക്കൽ? രഘു മെല്ലെ ഒന്ന് തേങ്ങി. അർജുന്റെ മനസ്സ് കോളുകൊണ്ട് കടൽ പോലെ പ്രക്ഷുബ്ധമായി. ശബ്ദത്തിലെ ഇടർച്ച മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെയായി രണ്ടുപേരും. ജീവന്റെ നേർത്തൊരു തുടിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. വൈകാതെ അതും. രഘു വിതുമ്പിപ്പോയി. ഞാൻ അങ്ങോട്ട് വരുന്നു രഘു. 15 മിനിറ്റ് കൊണ്ട് അർജുൻ കാരോത്തുകുഴി ഹോസ്പിറ്റലിലെത്തി. രഘു അയാളെ ICUവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡ്യൂട്ടി ഡോക്ടർ ലത്തീഫ് പറഞ്ഞു, ഐ എം സോറി സർ, അജയൻ മരിച്ചു. ജോയിയും സിങ്കിങ് സ്റ്റേജിലാണ്. ഇനി എന്തു ചെയ്താലും. പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അർജുൻ ഗ്ലാസ് ഡോർ തുറന്ന് അകത്ത് കടന്നു. രഘു പിന്തുടർന്നു. ഏത് ശിലാഹൃദയനെയും നടുക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. ഏതാണ്ട് ശരീരത്തിന്റെ 3/4 ഭാഗവും കരിഞ്ഞുപോയ ഒരു മനുഷ്യരൂപം. അർജുന് അത് ജോയിയാണെന്ന് വിശ്വസിക്കാനായില്ല. കരയാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് അയാൾ ജോയിയുടെ വലതു കൈയെടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ചു. ആ സ്നേഹസ്പർശനം അറിഞ്ഞതുപോലെ ജോയിയുടെ കണ്ണുകളൊന്ന് പെടഞ്ഞു. നെഞ്ച് ഉയർന്നു താണു. എന്തോ പറയാൻ എന്ന പോലെ അയാൾ വാ പിളർന്നു. അർജുൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നല്ലേ ഇപ്പൊ നീ പറയാനൊരുങ്ങിയത്? വിശ്വസിക്കടാ, നിന്നെ ഈ നിലയിൽ എത്തിച്ചവര് ഒട്ടും വൈകാതെ ഞാൻ കോടതിയിലെത്തിക്കും. എനിക്കത് കഴിഞ്ഞില്ലെങ്കിൽ ഈ യൂണിഫോം ഒരുമിച്ച് ഞാൻ തന്നെ അവരെ ശിക്ഷിക്കും. പൊള്ളലേറ്റുരുകിയ മനസ്സിൽ പ്രകാശം പരന്നതുപോലെ ജോയുടെ ചുണ്ടിൽ ഒരു ചെറുചിരി വിടർന്നു. ആയാസപ്പെട്ട് അയാൾ ഒരു വട്ടം കണ്ണുകൾ ചിമ്മി തുറന്നു. അർജുനെ അവസാനമായി ഒന്ന് കാണാനെന്ന പോലെ കൃഷ്ണമണികൾ മെല്ലെ ഒന്ന് പിടച്ചു. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. നെഞ്ചിൽ ചേർത്ത് വെച്ചിരുന്ന ജോയുടെ കൈ പതുക്കെ വേർപെടുത്തിക്കൊണ്ട് നനഞ്ഞ ശബ്ദത്തിൽ അർജുൻ പറഞ്ഞു, ഗുഡ് ബൈ. പുറത്തേക്ക് വന്ന് രഘുവിനോടായി അർജുൻ പറഞ്ഞു, കോമ്പൻസേഷൻ കിട്ടുന്നതുവരെയും ജോയുടെയും അജയന്റെയും കുടുംബം ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചുകൂടാ. എന്റെ അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട്, അത് അവരുടെ വീട്ടിലെത്തിക്കണം. രഘു തലയാട്ടി. നേരം പുലർന്നു. ചൂടുള്ള ചായ ഊതി കുടിച്ചുകൊണ്ട് ഉമ്മറത്തെ തിണ്ണയിലിരിക്കുകയായിരുന്നു ശ്രീധരൻ. അടുത്തു ചെന്ന് ഊർമിള പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറ്റില്ല എന്ന് പറയരുത്. ശ്രീധരൻ കൗതുകത്തോടെ ഊർമിളയെ നോക്കി. ഒരു വലിയ തെറ്റ് ഇപ്പോഴും തിരുത്തിയിട്ടില്ല ഏട്ടൻ. മനസ്സ് വെച്ചാ കഴിയാവുന്നതേ ഉള്ളൂ. അപ്പോ ഈശ്വരന്മാർക്കും സന്തോഷാവും. ഒരു പാവം പെണ്ണാഞ്ജന. ഇനി ആരും അവളെ കല്യാണം കഴിക്കാൻ വരില്ല. ഏട്ടൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നൂടെ? ശ്രീധരൻ പറഞ്ഞു, അതിന് ഞാൻ മാത്രം വിചാരിച്ച പോര ഊർമിളെ, അഞ്ജന സമ്മതിക്കണം. ഞാൻ ഒരു വട്ടം വിളിച്ചതാ അവളെ. അവൾ ഈ ജന്മത്ത് എന്റെ കൂടെ വരില്ല. ഊർമിള പുഞ്ചിരിച്ചു. അത് വിളിക്കേണ്ട പോലെ വിളിക്കാഞ്ഞിട്ടാ. ഏട്ടനല്ലേ ആള്, സ്നേഹത്തോടെയാ വിളിക്കണതെന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നണ്ടേ? ശ്രീധരൻ മിണ്ടിയില്ല. ഞാൻ പോയി കാണാം, സമ്മതിപ്പിക്കാം. പക്ഷെ പിന്നെ ഏട്ടൻ കാലു മാറരുത്. എന്താ? ശ്രീധരൻ എഴുന്നേറ്റു. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. കൂടെ വരാന്ന് അഞ്ജന സമ്മതിച്ച പിന്നെ ഞാൻ അവളെ കരയിക്കില്ല, മരണം വരെ. അനുകൂലമായ മറുപടി കിട്ടിയതോടെ ഊർമിളയ്ക്ക് സന്തോഷമായി. പിന്നെ വൈകിയില്ല. അപ്പോൾ തന്നെ അവൾ അഞ്ജനയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ചാടിക്കടിക്കുമെന്നും ആട്ടിയിറക്കുമെന്നും കരുതിക്കൊണ്ട് തന്നെയാണ് ഊർമിള പടികടന്ന് അകത്തേക്ക് കയറിയത്. പക്ഷെ അഞ്ജന അവളെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. അഞ്ജന ചോദിച്ചു, സുഖാണോ ഊർമിളെ? വിഷാദത്തോടെ ചിരിച്ചുകൊണ്ട് ഊർമിള പറഞ്ഞു, ഇതൊരു വെറും വാക്കല്ല ചേച്ചി. അച്ഛനെയും അമ്മയും കൊന്ന ശ്രീധരനെ ഏട്ടാന്ന് വിളിച്ച് കൂടെ താമസിപ്പിച്ചതുകൊണ്ട് ഇപ്പോഴും ചേച്ചി വെറുക്കണില്ലേ എന്നെ? അഞ്ജന മിണ്ടിയില്ല. ഊർമിള തുടർന്നു, അത് സ്നേഹമായിരുന്നില്ല, അഭിനയമായിരുന്നു. പക മാത്രമായിരുന്നു മനസ്സിൽ. എനിക്ക് കാണേണ്ടിയിരുന്നത് തൂക്കുമരത്തിൽ കിടന്നാടുന്ന ശ്രീധരന്റെ രൂപമായിരുന്നു. ഒരു യക്ഷിക്കഥ കേൾക്കുന്ന കൗതുകമായിരുന്നു അപ്പോൾ അഞ്ജനയുടെ മുഖത്ത്. പക്ഷേ തെറ്റിയത് എനിക്കാ ചേച്ചി. പണ്ടെങ്ങോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി വിഷം കഴിച്ചത് അവിവേകമായി പോയിന്ന്
മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. ശ്രീധരൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നത് ആരെയും കൊല്ലാനല്ല. ഇപ്പോഴെനിക്കറിയാം, ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനേക്കാളും നല്ലവനാ എന്റെ ഏട്ടൻ. ഊർമിള അഞ്ജനയുടെ അടുത്ത് ചെന്നു. ഇന്ന് ഞാൻ ശരിക്കും ഏട്ടന്റെ മനസ്സ് കണ്ടു. ഒരവസരം കൊടുത്താ ഏട്ടൻ ഈ കണ്ണിലെ കണ്ണീര് തുടയ്ക്കും. കഴിഞ്ഞതൊന്നും മറക്കണ്ട. സ്നേഹിക്കണമെന്നും ഞാൻ പറയില്ല. ഏട്ടൻ വന്ന് വിളിച്ചാ കൂടെ പോയിക്കൂടെ? ആ മനസ്സിന്റെ വിങ്ങലൊന്ന് അടങ്ങാൻ വേണ്ടിയെങ്കിലും. ഊർമിളയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് അഞ്ജന മെല്ലെ പുഞ്ചിരിച്ചു. ശ്രീധരൻ നല്ലവനായിന്ന് നെഞ്ചിൽ തൊട്ടല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്കുക ഞാൻ. പിന്നെ കല്യാണം കഴിച്ചാൽ അയാൾക്കൊരു പുതിയ ജീവിതം കിട്ടുമെങ്കിൽ ആ മോഹം നടന്നോട്ടെ. അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ ഊർമിള അഞ്ജനയെ കെട്ടിപ്പിടിച്ചു. സത്യനും സന്തോഷമായി. യാത്ര പറയാൻ പോലും നിൽക്കാതെ ഊർമിള വീട്ടിലേക്ക് ഓടി. ശ്രീധരനെ കണ്ടപാടെ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഞ്ജന സമ്മതിച്ചു. ശ്രീധരൻ അത്ഭുതത്തോടെയാണ് ഊർമിളയെ നോക്കിയത്. എങ്ങനെയാണ് ഇവൾ അഞ്ജനയുടെ മനസ്സ് മാറ്റിയത്? താൻ പഴയ ശ്രീധരനല്ലെന്ന് ഏത് ഈശ്വരനാണ് അഞ്ജനയ്ക്ക് പറഞ്ഞു കൊടുത്തത്? അമ്പരന്ന് നിന്നിരുന്ന ശ്രീധരനെ നോക്കി ഊർമിള ചിരിച്ചു. വിശ്വാസമായില്ലെങ്കിൽ നേരിട്ട് തന്നെ ചോദിച്ചോ. പക്ഷേ ഒരു കാര്യം, കല്യാണത്തിന് മുമ്പ് എന്റെ കമ്മീഷൻ ഇങ്ങ് തന്നേക്കണം. അഞ്ജനയുടെ വീടിന് മുൻപിൽ എത്തിയപ്പോൾ അറിയാതെ ശ്രീധരന്റെ കാലുകൾ വിറച്ചു. നേരിൽ കണ്ടിട്ടുള്ളപ്പോഴൊന്നും അഞ്ജന സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. സംഹാര ദുർഗയായിട്ടല്ലാതെ അവൾ തന്റെ മുന്നിൽ വന്നിട്ടില്ല. ശ്രീധരൻ മുറ്റത്തെത്തിയപ്പോൾ അകത്തേക്ക് നോക്കി സത്യം വിളിച്ചു, അഞ്ജനെ. ശ്രീധരന്റെ കണ്ണുകൾ വാതിലിനടുത്ത് ആർത്തി പൂണ്ട് അലഞ്ഞു. കുനിഞ്ഞ മുഖത്തോടെ അഞ്ജന പുറത്തേക്ക് വന്നു. സത്യം ചോദിച്ചു, ഇനി ഇവനെ കണ്ട വെട്ടുകത്തിയെടുക്കാൻ അടുക്കളയിലേക്ക് ഓടുവോ നീ? അഞ്ജന നേർത്ത ചിരിയോടെ ശ്രീധരനെ നോക്കി. തീപ്പൊട്ടുകൾക്ക് പകരം ആ കണ്ണുകളിൽ ശ്രീധരൻ ആദ്യമായി സ്നേഹത്തിന്റെ തിളക്കം കണ്ടു. സത്യൻ ശ്രീധരനെ നോക്കി. നിനക്ക് പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, എന്റെ അമ്മയോട്. സത്യനും അഞ്ജനയും അത്ഭുതത്തോടെ ശ്രീധരനെ നോക്കി. അത് വളരെ വൈകിയാണെങ്കിലും ഈശ്വരൻ എനിക്ക് തന്ന കാരുണ്യമാണ്. ഈ കല്യാണത്തിന് അമ്മയെ കൊണ്ടുവരണം, അനുഗ്രഹം വാങ്ങണം. ആ മോഹവും ഈശ്വരൻ സഫലമാക്കി തരും. ശ്രീധരൻ അഞ്ജനയുടെ അടുത്തെത്തി. അർഹിക്കാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇന്ന് ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അഞ്ജനെ. ഇപ്പോ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ഞാനാണ്. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് ഇനി നിന്റെ മനസ്സ് മാറാതിരിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും. ശ്രീധരൻ യാത്ര പറഞ്ഞു പോയപ്പോൾ സന്തോഷം കൊണ്ട് സത്യന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ടിവിയിൽ മുഖ്യമന്ത്രി രാഘവ പിഷാരടി അർജുനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അകത്ത് ചെന്ന് അറ്റൻഷനായി അർജുൻ പിഷാരടിയെ സല്യൂട്ട് ചെയ്തു. പിഷാരടി ചോദിച്ചു, നീ ഇവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? വന്ന് വന്ന് ബോംബ് സ്ഫോടനം വരെയായി. ഇപ്പോ എന്റെ ഫോൺ ശബ്ദിക്കുന്നത് നിന്നെ കുറിച്ച് പരാതി പറയാൻ മാത്രമാണ്. പരാതി പറയുന്നത് കുറെ ക്രിമിനലുകളല്ലേ സർ? ഒന്നുകിൽ സെൽഫോൺ ഓഫ് ചെയ്തു വെക്കണം, അല്ലെങ്കിൽ നമ്പർ മാറ്റണം. ഞാനൊരു വാഗ്വാദത്തിന് വന്നതല്ല. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞാണ് നീ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്തായി? കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ആകാംക്ഷയോടെ പിഷാരടി ചോദിച്ചു, എവിടെയുണ്ടവൻ? ഈ ടൗണിൽ തന്നെ, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് എവിടെയോ. ഇപ്പോഴയാളെ സംരക്ഷിക്കുന്നത് മാധവൻ തമ്പിയാണ്. അത് തെളിയിക്കാൻ പറ്റുമോ നിനക്ക്? പറ്റും. അധികം വൈകാതെ തന്നെ കോടതിയിലെത്തിക്കും, പിഷാരടി പറഞ്ഞു. എന്നാലും സിനിമ സ്റ്റൈലിലുള്ള കളികളൊന്നും വേണ്ട. തക്കതായ തെളിവുകളില്ലാതെ ഒരു VIP-യും അറസ്റ്റ് ചെയ്യരുത്. സാർ ഉദ്ദേശിച്ചത് മാധവൻ തമ്പിയുടെ കാര്യമാണോ? അതെ. എങ്കിൽ ക്ഷമിക്കണം സർ, അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. വൈ? അർജുൻ ജ്വലിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പോലീസ് ഓഫീസർമാരുടെ മരണത്തിന് അയാളാണ് ഉത്തരവാദി. കാക്കിയിട്ടവരുടെ ജീവനും വിലയുണ്ട് സർ. അത് ആ ബാസ്റ്റാർഡിനെ ഞാൻ പഠിപ്പിക്കും. ചിലപ്പോ ലോക്കപ്പിലിട്ട് ചതച്ചിട്ട്. അരുതെന്ന് പറയരുത്. ഭാസ്കര മേനോന്റെ മകന് 3-ാം മുറ പാടില്ലെന്ന് പറഞ്ഞു തരണോ ഞാൻ? ക്ഷമിക്കണം സർ. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന സാഡിസ്റ്റുകളോടും മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടിയെരുന്ന തമ്പിയെ പോലുള്ള മനുഷ്യമൃഗങ്ങളോടും കാട്ടുകള്ളൻ ഭൈരവനെ പോലെയുള്ള പിശാചുകളോടും കരുണ കാട്ടണമെന്ന് എന്നോട് പറയരുത്. പിഷാരടി എഴുന്നേറ്റു. നിന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കനത്ത പ്രഷറുണ്ട്. അക്കാര്യം പറഞ്ഞ് പണിക്കാർ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നെ. ചിലപ്പോ അയാളുടെ പാർട്ടി പിന്തുണ പോലും പിൻവലിച്ചു എന്ന് വരും. പിന്നെ ഈ മിനിസ്റ്ററി ഉണ്ടാവില്ല. തുമ്മിയാൽ തെറിക്കണ മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു പൊയ്ക്കോട്ടെ സർ. എന്നാലും ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങയെ തിരിച്ചറിയും. പിഷാരടി അർജുന്റെ തോളിൽ കൈവച്ചു. നിന്നെ കാണുമ്പോഴാ പോലീസിന്റെ പണി എന്താണെന്ന് ഞാൻ സത്യത്തിൽ തിരിച്ചറിയണത്. ശിക്ഷിക്കാൻ വന്നാലും അനുഗ്രഹിച്ചിട്ടേ തിരിച്ചു പോകാൻ പറ്റൂ.
പ്രൊസീഡ് മൈ ബോയ്. താങ്ക് യു സർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. പിഷാരടി കൗതുകത്തോടെ അർജുനെ നോക്കി. ഫോറസ്റ്റ് റേഞ്ചർ ഭാസ്കരമേനോന്റെ മകൻ ഈ കാക്കിയിട്ടുകൊണ്ട് അരുതാത്തതൊന്നും ചെയ്യില്ല. എന്ത് പ്രകോപനമുണ്ടായാലും VIP-കളെ രക്ഷിക്കാൻ വേണ്ടി ഇനി SP ഓഫീസിൽ ഫോൺ ശബ്ദിക്കരുത്. അത് സമ്മതിച്ച മട്ടിൽ പിഷാരടി പുഞ്ചിരിച്ചു. ആ സമയത്ത് പുൽത്തകിടിയിലെ ഊഞ്ഞാലിലിരുന്ന് മാധവൻ തമ്പി ഉന്മാദത്തോടെ ചിരിക്കുകയായിരുന്നു. ഒരു വെടിക്ക് 2 പക്ഷി. തടവുകാരോടൊപ്പം 2 പോലീസ് പട്ടികൾ കൂടി ഈ തമ്പിക്ക് വഴിയൊഴിഞ്ഞു തന്നു. ആ ശവങ്ങൾ കണ്ടിട്ടെങ്കിലും ഇനി എതിരെ വരരുതെന്ന് അർജുൻ പഠിക്കട്ടെ. അഡ്വക്കേറ്റ് രാജീവ്നാഥ് പറഞ്ഞു. ഇനിയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പൂർവാധിക ശക്തിയോടെ അയാൾ ആഞ്ഞടിക്കും. തമ്പി ചിരിച്ചു. ആഞ്ഞടിക്കട്ടെ, എന്റെ പിസ്റ്റൾ കൊണ്ട് ഞാൻ ഉത്തരം കൊടുത്തോളാം. ഞാൻ ഉദ്ദേശിച്ചത് ഭൈരവന്റെ കാര്യമാണ്. മടിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള തീക്കനലാണത്. അതുകൊണ്ട് രാജീവ്നാഥ് തമ്പിയുടെ അടുത്തേക്ക് ചെന്നു. താഴ്ന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. കൊല്ലപ്പെട്ടുവെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന കാട്ടുകള്ളനാണ് ഇപ്പോ നമ്മുടെ കൂടെയുള്ളത്. ഒരായുഷ്കാലം മുഴുവൻ ഡോക്ടർ ചെറിയാൻ ആ രഹസ്യം സൂക്ഷിക്കുമെന്ന് കരുതരുത്. തമ്പി ചിരിച്ചു. ഭൈരവന് നടക്കാൻ കഴിഞ്ഞ പിന്നെ നമുക്കെന്തിനാടോ ബാബു ചെറിയാനെ കൊത്തിയെറിഞ്ഞ് പെരിയാറ്റിലെ മത്സ്യങ്ങൾക്ക് തിന്നാൻ കൊടുത്തുകൂടെ? അപ്പോ അയാളുടെ ഭാര്യയോ? തീക്കനൽ പോലെ തമ്പിയുടെ കണ്ണുകൾ മിന്നി. ആ സ്ത്രീ ഇന്ന് രാത്രി തൂങ്ങിച്ചത്തോളും രാജീവേ. അത് ഞാൻ സക്രിയയോട് പറഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ബംഗ്ലാവിൽ നിന്ന് ആൾട്ടോക്കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കുതിച്ചു. ആക്സിലേറ്റർ ഞെരിച്ചുകൊണ്ടാണ് സക്രിയ സ്റ്റിയറിംഗ് തിരിച്ചത്. കാർ ചാട്ടുളി പോലെ അക്കുഡേറ്റിലേക്ക് കയറി. ഓർക്കാപ്പുറത്ത് തൊട്ടു മുന്നിലായി 2 തീക്കണ്ണുകൾ കണ്ടത്. ലൈറ്റ് ഡിം ചെയ്തപ്പോൾ എതിരെ ഒരു അംബാസഡർ വരുന്നത് അയാൾ കണ്ടു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് സക്കറിയ ബ്രേക്കിൽ കാലമർത്തി. 2 കാറുകളും ഒരുപോലെയാണ് നിന്നത്. തല പുറത്തേക്കിട്ട് സക്കറിയ ഗർജിച്ചു. റിവേഴ്സ് എടുക്കടാ നായിന്റെ മോനെ. അംബാസഡർ ഡ്രൈവ് ചെയ്തിരുന്ന രഘു മെല്ലെ ചിരിച്ചു. ദേഷ്യപ്പെടല്ല ചങ്ങാതി, നിന്റെ പഴയൊരു കൂട്ടുകാരൻ ഈ കാറിലുണ്ട്. സബ് ജയിൽ റോഡ് വരെ അവനൊരു ലിഫ്റ്റ് കൊടുക്കണം. ഒരു പുളിച്ച തെറി നാവിൻ തുമ്പിൽ എത്തിയെങ്കിലും അംബാസഡറിൽ നിന്നും ശ്രീധരൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ സക്കറിയ വിറച്ചുപോയി. അയാൾക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല. ഡ്രൈവിംഗ് സീറ്റിനടുത്തെത്തി ശ്രീധരൻ പറഞ്ഞു. ഇനി ഞാൻ കാർ ഓടിക്കും. നിനക്ക് എങ്ങോട്ടാ പോണ്ടതെന്ന് പറഞ്ഞു തന്നാ മതി. സക്കറിയെ തള്ളി മാറ്റി ശ്രീധരൻ ഡ്രൈവിംഗ് സീറ്റിലെത്തി. അംബാസഡർ പിന്നോട്ട് നീങ്ങി. ആൾട്ടോക്കാർ മുന്നോട്ടും 2 കാറുകളും സബ് ജയിലിനടുത്തുള്ള ടോർച്ചർ റൂമിന് മുന്നിലെത്തി. ശ്രീധരൻ സക്കറിയെ വലിച്ചഴിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. വാതിലടഞ്ഞു. മുറിയുടെ മൂലയിൽ കിടന്നിരുന്ന ഒരു ഇരുമ്പ് ചങ്ങലെടുത്ത് ചുഴറ്റിക്കൊണ്ട് അമർത്തിയ ശബ്ദത്തിൽ ശ്രീധരൻ ചോദിച്ചു. ആരാടാ ബോംബിട്ട SI ജോയിയും അജയനെയും കൊന്നത്? പേടികൊണ്ട് അടിമുടി വിറച്ചിട്ടും സക്കറിയ നിലവിളിക്കാൻ മറന്നു. അതേ ശബ്ദത്തിൽ വീണ്ടും ശ്രീധരൻ ചോദിച്ചു. എവിടെയാടാ മാധവൻ തമ്പി ഭൈരവനെ ഒളിപ്പിച്ചിട്ടുള്ളത്? ശ്രീധരന്റെ കണ്ണുകളിലെ തീക്കനിലേക്ക് നോക്കാൻ ഭയന്ന് സക്കറിയ മുഖം കുനിച്ചു. ആ നിമിഷം ചങ്ങലയുലഞ്ഞു. തൊട്ടടുത്തൊരു മിന്നൽ പുളഞ്ഞു. ദിഗന്തം പിളരുമാറ് സക്കറിയ നിലവിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ശ്രീധരൻ വാതിൽ തുറന്ന് പുറത്തു വന്നു. കയ്യിലിരുന്ന ചോര പുരണ്ട ചങ്ങല അയാൾ താഴേക്കിട്ടു. അവിടെ കാത്തു നിന്നിരുന്ന രഘുവിനോട് ശ്രീധരൻ പറഞ്ഞു. ഇവനും ഡേവിഡും ചേർന്ന തൃക്കളൂരത്തെ കെട്ടിടത്തിൽ ബോംബിട്ടത്. സൂത്രധാരൻ മറ്റാരുമല്ല, മാധവൻ തമ്പി തന്നെ. ഭൈരവൻ കളമശ്ശേരിയിലുള്ള അയാളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ട്. അപ്പൊ തന്നെ രഘു സെൽഫോണിൽ അർജുനെ വിളിച്ചു. 15 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എന്തിനും തയ്യാറായിട്ടാണ് നൈറ്റ് സ്ക്വാഡിലെ ചുണക്കുട്ടന്മാർ വാനിൽ കയറിയത്. അവരുടെ കയ്യിൽ ലോഡ് ചെയ്ത റൈഫിളുകളും ഉണ്ടായിരുന്നു. മുന്നിലെ ജീപ്പിൽ വഴികാട്ടാനായി ചോര പുരണ്ട മുഖവുമായി സക്കറിയ, അയാളോടൊപ്പം ശ്രീധരൻ. ഏറ്റവും പിന്നിലായി ഒരു അംബാസഡറിലായിരുന്നു അർജുൻ. അയാളുടെ കയ്യിൽ ഭൈരവൻ ഉപേക്ഷിച്ചിട്ട് പോയ സ്റ്റെൻ ഗൺ ഉണ്ടായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന രഘുവിനോടായി അർജുൻ പറഞ്ഞു. ഒരിക്കൽ ചത്തുപോയവനാ കാട്ടുകൊള്ളൻ ഭൈരവൻ. പിന്നെയും എന്തിനാ അവനെ കൊന്നതെന്ന് ആരും ചോദിക്കില്ല. രക്ഷപ്പെടുമെന്ന് ഉറപ്പായാൽ ബുള്ളറ്റ് കൊണ്ട് ഒരരിപ്പയാക്കി മാറ്റണം അവനെ. അത് കാട്ടിലെ രാജാവിന് നമ്മൾ കാത്തുവെച്ചിട്ടുള്ള സ്നേഹ സമ്മാനം. ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. ചക്രങ്ങൾ ഉരുണ്ടു. ഭൈരവനെ തടവിൽ പാർപ്പിച്ചിരുന്ന കെട്ടിടത്തിന് മുന്നിൽ പോലീസ് വാൻ മുരൾച്ചയോടെ വന്നു നിന്നു. റൈഫിളുകളുമായി നൈറ്റ് സ്ക്വാഡിലെ പോലീസുകാർ ചാടിയിറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവർ താവളം വളഞ്ഞു. റിവോൾവറുമായി രഘു മുൻവശത്തെ വാതിലിന് നേരെ നീങ്ങി. തൊട്ടു പിന്നാലെ സ്റ്റെൻഗണ്ണുമായി അർജുനും ഉണ്ടായിരുന്നു. സെർച്ച് ലൈറ്റുകൾ തെളിഞ്ഞു. അടച്ചിട്ടിരുന്ന വാതിലിന് നേരെ നോക്കി അർജുൻ ഗർജിച്ചു. കളി കഴിഞ്ഞു ഭൈരവ. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പുറത്തേക്ക് വാ.
അല്ലെങ്കിൽ നിന്റെ തോക്കുകൊണ്ട് തന്നെ നിനക്ക് പട്ടട തീർക്കും ഞാൻ. അകത്തു നിന്ന് യാതൊരു അനക്കവും കേട്ടില്ല. മറുപടിക്ക് വേണ്ടി അർജുൻ അധിക നേരം കാത്തു നിന്നില്ല. ഭൈരവ, ഇനി ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പോലീസ് ജീവനോടെ കോടതിയിൽ എത്തിക്കൂ എന്ന ധാരണ വേണ്ട. അപ്പോഴും തികഞ്ഞ നിശബ്ദത തന്നെയായിരുന്നു കെട്ടിടത്തിനുള്ളിൽ. അർജുന് കലി വന്നു. ഫയർ! റൈഫിളുകൾ ഒന്നിച്ച് ഗർജിച്ചു. ചുവരുകൾ തൊള വീണടർന്നു. മുൻവശത്തെ വാതിൽ പിളർന്നു. 15 മിനിറ്റ് ഫയറിംഗ് തുടർന്നിട്ടും അകത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അർജുനും രഘുവും പരസ്പരം നോക്കി, എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന ചിന്തയോടെ. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അർജുൻ കെട്ടിടത്തിനകത്തേക്ക് കടന്നു. പിന്നാലെ എത്തി രഘു പറഞ്ഞു, സൂക്ഷിക്കണം സർ, ഇരുട്ടിലും എല്ലാം കാണാൻ കഴിയുന്ന കണ്ണുകളാ അവൻ്റേത്. അവസരം കാത്ത് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും ഭൈരവൻ. രഘുവിന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് അർജുൻ മുന്നോട്ട് നടന്നു. ഓരോ മുറിയും അരിച്ചു പെറുക്കിയിട്ടും ഭൈരവന്റെ പൊടി പോലും കണ്ടില്ല. രോഷം കടിച്ചമർത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു, ആ സ്കൗണ്ടറൽ കടന്നു കളഞ്ഞു രഘു. ഇത്തവണയും തമ്പി പോലീസിനെ വിഡ്ഢിവേഷം കെട്ടിച്ചു. അത്ഭുതത്തോടെ രഘു പറഞ്ഞു, ഭൈരവന് പരസഹായം കൂടാതെ ഒരടി പോലും നടക്കാൻ പറ്റില്ലെന്നാണല്ലോ സക്കറിയ ശ്രീധരനോട് പറഞ്ഞത്. സഹായിക്കാൻ തമ്പിയും അയാളുടെ ഗുണ്ടകളുമില്ലേ? രക്ഷിച്ചു കൊണ്ടുപോയിരിക്കണം. പക്ഷെ എങ്ങോട്ട്? സക്കറിയ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ആരോ അയാളെ അറിയിച്ചിട്ടുണ്ട്. അർജുൻ അസ്വസ്ഥമായി കണ്ണിൽ തേരിപ്പിടിച്ചു. കാക്കിയിട്ട ഒരു ക്രിമിനൽ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിലില്ലേ? ഹരിപ്രസാദ്. ഉണ്ണുന്ന ചോറിന് നന്ദി കാട്ടിയത് ആ കള്ള നായിന്റെ മോൻ തന്നെയാവണം. അപ്പോൾ സക്രിയയും കൊണ്ട് ശ്രീധരൻ അങ്ങോട്ട് വന്നു. ഭൈരവൻ രക്ഷപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ സക്രിയയുടെ അടിവയറ്റിൽ ഒരു തൊഴി കൊടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു, നുണ പറഞ്ഞ് ഞങ്ങളെ വഴി തെറ്റിച്ചു അല്ലടാ? സക്കറിയ ഉറക്കെ നിലവിളിച്ചു. നുണ പറഞ്ഞതല്ല, ഇവിടെ തന്നെയായിരുന്നു ഭൈരവൻ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അർജുൻ സക്കറിയെ നോക്കി. അയാൾക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? സക്കറിയ തലയാട്ടി. അപ്പോ തമ്പി തീർച്ചയായും ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആരാ അത്? ഈ ടൗണിലുള്ള ആരെങ്കിലും ആണോ? ഉത്തരം പറയാൻ സക്കറിയ ഒന്നും മടിച്ചു. ശ്രീധരൻ കൈ ചുരുട്ടിക്കൊണ്ട് മുന്നോട്ട് ആഞ്ഞപ്പോൾ വേവലാതിയോടെ അയാൾ പറഞ്ഞു, എറണാകുളത്തെ ഡോക്ടർ ബാബു ചെറിയാൻ. ശ്രീധരന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാ മിന്നി. ഡോക്ടർ ബാബു ചെറിയാൻ, ഊർമിളയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ നല്ല ഡോക്ടർ. അദ്ദേഹത്തെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് തമ്പി. ഒരായുഷ്കാലം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരാത്തത്ര കടപ്പാടുണ്ട് അദ്ദേഹത്തോട്. പക്ഷേ ഇനി ഒരിക്കലും ബാബു ചെറിയാൻ പുറം ലോകം കാണാനിടയില്ല. അർജുനോടായി രഘു പറഞ്ഞു, ഡോക്ടർ ചെറിയാൻ കൂടെയുള്ള സ്ഥിതിക്ക് ഭൈരവനെ പറ്റി തമ്പിക്ക് ഒട്ടും ആശങ്കയുണ്ടാവില്ല. എന്നാലും നമ്മുടെ കണ്ണുവെട്ടിച്ച് താവളങ്ങൾ ഓരോന്നായി മാറാൻ ഇനി അയാൾ തയ്യാറാവില്ല, പ്രത്യേകിച്ചും സക്രിയ നമ്മുടെ കൂടെയുള്ളപ്പോ. അർജുൻ കയ്യിലിരുന്ന ഗൺ രഘുവിനെ ഏൽപ്പിച്ചു. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് രഘു. ഏറ്റവും സുരക്ഷിതമായ ഒരു ഒളിസ്ഥലത്തേക്കാണ് ഇപ്പോ തമ്പി ഭൈരവനെ കൊണ്ടുപോയിരിക്കുന്നത്. നീ പറഞ്ഞതുപോലെ അത് ഈ സിറ്റിയിലെങ്ങും ആവില്ല. പിന്നെ? അപ്പോൾ അഡ്വക്കേറ്റ് രാജീവ് നാഥിന്റെ ഹുണ്ടായി കാർ തിരുവനന്തപുരത്തുള്ള ഫ്ലവർ ഹൗസിലായിരുന്നു. കാറിന്റെ നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കാവൽ നിന്നിരുന്ന പോലീസുകാർ ഗേറ്റ് തുറന്നത്. കാർ ഫോർസിലേക്ക് ഒഴുകി വന്നു നിന്നപ്പോൾ തന്നെ വാതിൽ തുറന്ന് വനമന്ത്രി ഗോവിന്ദ പണിക്കർ ഓടി വന്നു. അയാൾ ആകെ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും രാജീവ് നാഥ് ഇറങ്ങി പണിക്കരുടെ അടുത്തേക്ക് ചെന്നു. പേടിയോടെ അങ്ങുമിങ്ങും നോക്കിക്കൊണ്ട് കരയുന്ന സ്വരത്തിൽ പണിക്കർ പറഞ്ഞു, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ രാജീവ് നാഥ് ചോദിച്ചു, വീട്ടിനകത്ത് ആരുമില്ലല്ലോ? ഇല്ല, ഗൺമാൻ നേരത്തെ പറഞ്ഞു വിട്ടു. കാറിൽ ആരാ ഉള്ളതെന്ന് പുറത്തുള്ള പോലീസുകാർക്ക് അറിയില്ലല്ലോ? ഇല്ല, കൈവിട്ട കളിയാ പണിക്ക് സാറേ. കണ്ണൊന്ന് തെറ്റിയ അപ്പു വീഴും വിലങ്ങ് ഈ തൃക്കൈയില്. അതുകൊണ്ടാ പറയണത്, സൂക്ഷിക്കണം. പേടി കൊണ്ട് പണിക്കർക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റിയില്ല. എന്നാ പോർട്ടിക്കോയിലെ ലൈറ്റ് അണച്ചേക്ക്. ലൈറ്റ് അണച്ച് തിരിച്ചു വന്നപ്പോൾ പതർച്ചയോടെ പണിക്കർ ചോദിച്ചു, എത്ര ദിവസം ചുമക്കേണ്ടി വരും ഞാൻ ഈ കുരിശ്? പറയാൻ പറ്റില്ല, ചിലപ്പോ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം. പണിക്കർ നെഞ്ചത്ത് കൈവച്ചു. എന്റെ ഈശ്വര! രാജീവ്നാഥ് പെട്ടെന്ന് കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു. ആകെ മൂടി പതിപ്പിച്ച ഒരു രൂപം പുറത്തേക്ക് വന്നു. അയാളുടെ കയ്യിലൊരു ക്രച്ചസ് ഉണ്ടായിരുന്നു. പണിക്കരുടെ മനസ്സ് പേടിയോടെ പിടഞ്ഞു. ഭൈരവൻ. ഇരുട്ടിലൂടെ ചീന്തിയെടുത്ത ഇരുട്ടിന്റെ ഒരു കഷ്ണം പോലെ ഭൈരവൻ പണിക്കരുടെ അടുത്തേക്ക് വന്നു. ഭൂമി പിളർന്ന് താണു പോയെങ്കിലെന്ന് ആ നിമിഷം പണിക്കർ മനമുരുകി പ്രാർത്ഥിച്ചു. ഭൈരവൻ മെല്ലെ ചോദിച്ചു, എന്തൊക്കെയുണ്ട് പണിക്കരെ പുതിയ വിശേഷങ്ങൾ? ഈയിടെയായി കാട്ടിലേക്ക് കാണാറില്ല, ഫോണിലും ശബ്ദം കേൾക്കാറില്ല.
എന്താ മറന്നോ ഭൈരവനെ? പണിക്കർ മിണ്ടിയില്ല. ഭൈരവൻ ചിരിച്ചു. ഞാനൊരു തമാശ പറഞ്ഞതാ. മരണം വരെ മറക്കാൻ പറ്റുമോ നമുക്ക്? ആട്ടെ, ഏതാ എന്റെ മുറി? ജീവച്ഛവത്തെ പോലെയാണ് പണിക്കർ തന്റെ പ്രൈവറ്റ് റൂമിന് നേരെ നടന്നത്. ഭൈരവൻ പിന്തുടർന്നു. വാതിൽ തുറന്നപ്പോൾ പണിക്കരുടെ കൈ വിറച്ചു. അകത്തേക്ക് വന്ന് രാജീവ്നാഥ് ലൈറ്റ് ഇട്ടു. മുറിയിൽ അങ്ങുമിങ്ങും കണ്ണോടിച്ചുകൊണ്ട് ഭൈരവൻ പറഞ്ഞു, ആദ്യമായിട്ടാ ഒരു മന്ത്രിമന്ദിരത്തിൽ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അതും കൂട്ടുകാരനായ ഒരു മന്ത്രിയുടെ കൂടെ. ഇടയ്ക്ക് ഇങ്ങനൊരു മാറ്റം നല്ലതാ. ഒറ്റയാന്മാരെയും വിഷം ചീറ്റണ പാമ്പുകളെയും ഒന്നും ഭയക്കണ്ടല്ലോ. ഭൈരവൻ വെൽവെറ്റ് കുഷനിട്ട കസേരയിലേക്ക് മെല്ലെ ചാഞ്ഞു. പിന്നെ എളിയിൽ തിരുകിയിരുന്ന പിസ്റ്റൾ എടുത്ത് മേശപ്പുറത്തേക്കിട്ടു. ഗണ്ണ നായിന്റെ മോൻ അർജുന്റെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു. രാശിയുള്ളതാ, തിരിച്ചു വാങ്ങണം. അതിനുള്ളിലാ അവന്റെ ജീവൻ എടുക്കാനുള്ള ബുള്ളറ്റ് ഉള്ളത്. പണിക്കർ ജുബയുടെ പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് മുഖത്തെ വിയർപ്പ് തുടച്ചു. അത് കണ്ട് ഭൈരവന് ചിരി വന്നു. പേടിക്കേണ്ട പണിക്കരെ, ഒരുപാട് നാളൊന്നും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഏറിയാൽ ഒരാഴ്ച. മുറിവുകളൊക്കെ കരിഞ്ഞു തുടങ്ങി. ആ ഡോക്ടർ മിടുക്കനാ. നല്ലൊരു വിരുന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്തു ചെയ്യാം, തമ്പി ഇപ്പോ അയാളുടെ കഥ കഴിച്ചിട്ടുണ്ടാവും. പാവം. തുള്ളൽ പനി പിടിച്ചതുപോലെ പണിക്കർ വിറച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു കയ്യബദ്ധം പറ്റി പണിക്കരെ. ഒരു പോലീസ് പട്ടിയുടെ മുന്നില് ഈ ഭൈരവൻ തോറ്റുപോയി. ആ തെറ്റ് തിരുത്താണ്ട് കാട്ടിലേക്ക് മടങ്ങിച്ചെന്ന അവിടെയുള്ളവര് കളിയാക്കി ചിരിക്കും. അതുകൊണ്ടാ അർജുന്റെ ചോര കാണാണ്ട് തിരിച്ചു പോയില്ല എന്ന് തീരുമാനിച്ചത്. ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് നിർണായകമാണ്. ഈ ഭൈരവനെ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. ഇവിടെ ആരുടെയും ചോര വീഴാൻ ഇടയാക്കാണ്ട്. പണിക്കർ തലയാട്ടി. ഇങ്ങനെ എപ്പോഴും തലയാട്ടിക്കൊണ്ടിരുന്ന അതിളകി വീണു പോകുമോടൂ. വാ തുറന്ന് താൻ എന്തെങ്കിലും ഒന്ന് പറയ്. ഭീതിയോടെ പണിക്കർ പറഞ്ഞു. ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ഭൈരവൻ നീട്ടിമൂളി. രാജീവ്നാഥ് അയാളോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പ്രൈവറ്റ് റൂമിന്റെ വാതിലടച്ച് പണിക്കർ ബെഡ്റൂമിലേക്ക് ചെന്നു. സെൽഫോൺ എടുത്ത് അയാൾ മാധവൻ തമ്പിയെ വിളിച്ചു. തമ്പി ലൈനിൽ വന്നു. എന്താ പണിക്കരെ? ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും പണിക്കരുടെ ശബ്ദം ചിലമ്പി. ഫ്ലവർ ഹൗസിൽ ഒരു ബോംബ് കൊണ്ടുവച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുകയാണല്ലേ? ഒരുപാട് VIP വന്നു പോണ വീടാ ഇത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ അപ്പോഴെന്റെ കഥ കഴിയും. എന്തിനാ തമ്പി നിങ്ങൾ ഇങ്ങനെ എന്നെ കൊല്ലാകൊല ചെയ്യണത്? അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു. ഫോണിൽ പറഞ്ഞപ്പോ എല്ലാം താൻ സമ്മതിച്ചല്ലേ, പിന്നെന്താ ഇപ്പോഴിങ്ങനെ? ഭൈരവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വിളിക്കരുത്, പണിക്കർ ഇടർച്ചയോടെ പറഞ്ഞു. ഇനി എനിക്ക് എന്റെ പ്രൈവറ്റ് റൂമിൽ കയറാൻ പറ്റില്ല. മനസ്സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റില്ല. എപ്പോഴും നിഴൽ പോലെ കൂടെയുള്ളവനാ ഗൺമാൻ റോയിച്ചാൻ. മുറിയിൽ അനക്കം കേട്ടാ മതി, അപ്പോഴവൻ ഷൂട്ട് ചെയ്യും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് ഭൈരവനെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോണം. തമ്പി ചിരിച്ചു. വേറെ എങ്ങോട്ട് മാറ്റിയാലും പോലീസ് പുറകെ ഉണ്ടാവുമോടോ. ഫ്ലവർ ഹൗസിലാവുമ്പോ തന്റെ അനുവാദം കൂടാതെ ആരും ഉള്ളിലേക്ക് വരില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്യണം പണിക്കരെ. ഭൈരവൻ പിടിക്കപ്പെട്ട തന്റെ കയ്യിലും വിലങ്ങ് വീഴും. 2 പെഗ് വീശിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി കിടന്നുറങ്ങാൻ നോക്ക്. ആ ഡോക്ടറെ താനെന്താ ചെയ്തത്? കൊന്നോ? ഇനി അതുകൂടി അറിഞ്ഞിട്ട് BP കൂട്ടണ്ട. ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് മിക്കവാറും നാളത്തെ ന്യൂസ് ചാനലിൽ ഉണ്ടാവും. ധൈര്യമായിട്ട് TV ഓണാക്കിക്കോ. എന്റെയും തന്റെയും പേര് ഒരു ന്യൂസ് റീഡറും പറയില്ല. എന്നാലും അയാളെ കൊല്ലണ്ട തമ്പി, വിട്ടേക്ക്. തമ്പിക്ക് കലി വന്നു. ഒരുത്തനെ കൊല്ലാതെ ബാക്കി വെച്ചതുകൊണ്ടാ താനും ഞാനും ഇപ്പോ നക്ഷത്രം എണ്ണണത്. ഇപ്പൊ തോന്നണില്ലേ തനിക്ക് അർജുനെയും അന്നേ തീർക്കേണ്ടതായിരുന്നുവെന്ന്? ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിനും ഈ തമ്പി തയ്യാറല്ല. തീരുമാനിച്ചു കഴിഞ്ഞു. ഡോക്ടർ ബാബു ചെറിയാൻ ഈ രാത്രി കൂടിയേ ജീവിക്കൂ. ലൈൻ കട്ട് ചെയ്ത് തമ്പി ഫോൺ തലയണയ്ക്കടിയിൽ വെച്ചു. പിന്നെ അയാൾ ബെഡിലേക്ക് ചാഞ്ഞു. അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്ന് ശ്രീധരൻ ബംഗ്ലാവിനുള്ളിലെത്തിയിരുന്നു. ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അയാൾ പിന്നിലെ ഗോഡൌണിന് നേരെ നടന്നു. ചാരിയിരുന്ന വാതിലിൽ മെല്ലെ ഒന്ന് തൊട്ടതേയുള്ളൂ. പിൻകഴുത്തിൽ ഒരടി കിട്ടി. ഒപ്പം കാറ്റുപോലെ ഗോഡൌണിനുള്ളിൽ ഒരാൾ പാഞ്ഞു വന്നു ശ്രീധരനെ വട്ടം പിടിച്ചു. ഡോക്ടർ ബാബു ചെറിയാൻ ഗോഡൌണിനുള്ളിലെ ഇരുട്ടുമുറിയിലുണ്ടെന്ന് ആ നിമിഷം അയാൾക്ക് ഉറപ്പായി. പിന്നെ വൈകിയില്ല. വട്ടം പിടിച്ചിരുന്നയാളെ ഗോഡൌണിന്റെ ചുമലിൽ ചേർത്തിടിച്ച് മുട്ടുകാലം കൊണ്ട് അടിവയറ്റിലൊരു തൊഴി കൊടുത്തിട്ട് ശ്രീധരൻ വെട്ടിത്തിരിഞ്ഞു. പിന്നിലുണ്ടായിരുന്ന ആൾക്കും കിട്ടി ഇടനെഞ്ച് ചതച്ചുകൊണ്ടുള്ള ഒരു ഇടി. 2 ഗുണ്ടകളെയും നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി ശ്രീധരൻ ഗോഡൌണിനുള്ളിലേക്ക് കടന്നു. രുക്മിണിയെ അടച്ചിട്ടിരുന്ന അതേ മുറിയിലാണ് ഡോക്ടർ ബാബു ചെറിയാൻ ഉണ്ടായിരുന്നത്. അയാളുടെ കൈയും കാലും പ്ലാസ്റ്റിക് ചരട് കൊണ്ട് വരിഞ്ഞു കെട്ടിയിരുന്നു.
തൊട്ടടുത്ത് കാൽപെരുമാറ്റം കേട്ടപ്പോൾ പേടിയോടെ ചെറിയാൻ ചോദിച്ചു, ആരാ? പതിഞ്ഞ ശബ്ദത്തിൽ ശ്രീധരൻ പറഞ്ഞു, ഒച്ചയുണ്ടാക്കരുത് ഡോക്ടർ, ഇത് ഞാനാ, ശ്രീധരൻ. ആ പേരിന് വല്ലാത്തൊരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. പുനർജന്മം കിട്ടിയതുപോലെ ചെറിയാൻ കണ്ണുകൾ ചിമ്മി തുറന്നു. കരുത്തനായ രക്ഷകന്റെ സാന്നിധ്യം അയാൾ അറിഞ്ഞു. ശ്രീധരൻ ചെറിയാന്റെ കാലിലെയും കൈയിലെയും കെട്ടഴിച്ചു. എഴുന്നേൽക്കാനായപ്പോൾ ചെറിയാൻ ശ്രീധരനെ വലിച്ചടിപ്പിച്ച് നെഞ്ചോട് ചേർത്തു. പിന്നെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. അതിന് കണ്ണീരിന്റെ നനവുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോഴാണ് ഡോക്ടർ ബാബു ചെറിയാൻ രക്ഷപ്പെട്ട വിവരം തമ്പി അറിഞ്ഞത്. അയാൾ അട്ടഹസിച്ചു. യൂസഫേ! യൂസഫ് അലി ഓടി വന്നു. ചെറിയാൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് അവസാനിപ്പിക്ക്. ബാബു ചെറിയാന്റെ വീട്ടിലേക്ക് യൂസഫ് അലിയോടൊപ്പം ഒരു സംഘം ഗുണ്ടകൾ പറന്നു ചെന്നു. അടുക്കാനായില്ല. വീടിന് മുന്നിൽ കനത്ത സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്ന രാജീവ്നാഥിനോട് വിഹുലനായ മാധവൻ തമ്പി പറഞ്ഞു, ഏത് നിമിഷവും വാറന്റുമായി അർജുൻ ബംഗ്ലാവിലേക്ക് വരും. എത്രയും പെട്ടെന്ന് മുൻകൂർ ജാമ്യം എടുത്തു വയ്ക്കണം. നടന്നതൊക്കെ അറിഞ്ഞപ്പോ തമ്പി പറഞ്ഞത് ശരിയാണെന്ന് രാജീവ്നാഥിന് മനസ്സിലായി. അയാളും പ്രതീക്ഷിച്ചു കിടിലമുണർത്തുന്ന ഒരു വാഹനത്തിന്റെ മുരൾച്ച, ഭൂമി പിളർക്കുന്ന കാലൊച്ച, പിന്നെ വിലങ്ങിന്റെ കിലുക്കം. പക്ഷേ ഡോക്ടറുടെ മൊഴിയുണ്ടായിട്ടും അവൻ എന്തേ വൈകുന്നു? എങ്ങോട്ടോ പോകാൻ തയ്യാറായി സത്യൻ ക്രച്ചസ് എടുത്തു. അയാൾ ആയാസപ്പെട്ട് പടിയിറങ്ങിയപ്പോൾ അഞ്ജന പിന്നാലെ എത്തി. സത്യം പറഞ്ഞു, കുറച്ച് ബീഡിയില വാങ്ങണം. ഇനി വെറുതെ ഇരുന്നാ പറ്റില്ലല്ലോ. ദിവസങ്ങള് ചടേന്ന് പോവും. അപ്പോഴേക്കും നമ്മള് എല്ലാം സ്വരുക്കൂട്ടി വെക്കണ്ടേ? സത്യം പറഞ്ഞു വരുന്നത് ശ്രീധരനുമായുള്ള കല്യാണത്തെ പറ്റിയാണെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായി. നമ്മുടെ അവസ്ഥ അയാൾക്ക് അറിയാലോ ഏട്ടാ. അതുകൊണ്ട് വെറും കഴുത്തുമായി നിന്നെ ഇറക്കി വിടാൻ പറ്റുമോ? ഒരു പൊട്ട് സ്വർണ്ണമെങ്കിലും വേണം കഴുത്തില്. പിന്നെ കാതിലൊരു ചെറിയ കമ്മലും. അവൻ അമ്മയും കൊണ്ടാവും വരുന്നത്. അവര് വിചാരിക്കില്ലേ മോളെ ഇതൊരു ധർമ്മ കല്യാണമാണെന്ന്? ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോ നീ ആരുടെ മുന്നിലും ചെറുതാവാൻ പാടില്ല. ഞാൻ ഇപ്പൊ വരാം. സത്യം നടന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അഞ്ജന വിളിച്ചു, ഏട്ടാ. സത്യന് ദേഷ്യം വന്നു. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ പുറകീന്ന് വിളിക്കരുത് പെണ്ണെ. അഞ്ജന അടുത്തു ചെന്നു. ഞാനൊരു കാര്യം പറയാൻ പോവുക, ദേഷ്യപ്പെടരുത്. സത്യൻ തിരിഞ്ഞ് അഞ്ജനയെ നോക്കി. ഈ കല്യാണം ശ്രീധരന് വേണ്ടി ഞാനൊരുക്കുന്ന കെണിയാണ്. സത്യൻ നടുങ്ങിപ്പോയി. അയാളെ ശ്രദ്ധിക്കാതെ അഞ്ജന പറഞ്ഞു, എല്ലാവർക്കും കഴിഞ്ഞതൊക്കെ മറക്കാൻ പറ്റും. ഊർമിളയ്ക്ക് അയാളെ ഏട്ടനായി കരുതി സ്നേഹിക്കാൻ പറ്റും. ഈ നാട്ടുകാർക്കും മനസ്സ് മാറിയെന്ന കാരണം കൊണ്ട് ശ്രീധരനെ മനുഷ്യനായി എന്നും പറഞ്ഞ് ഇഷ്ടപ്പെടാൻ പറ്റും. പക്ഷെ എനിക്കോ? അഞ്ജന സത്യന്റെ ഒടിഞ്ഞു തൂങ്ങിയ കാലിലേക്ക് നോക്കി. ഏട്ടനോ? ഈ കല്യാണം കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടോ? സത്യം പറയേട്ടാ. ഇപ്പോഴും പേടിപ്പിക്കണില്ലേ എല്ലും നുറുങ്ങിയപ്പോഴുണ്ടായ വേദന? സത്യൻ മിണ്ടിയില്ല. എനിക്ക് പേടിയില്ല. ഇടനെഞ്ചിലെ ചോരയൊഴുകുന്ന മുറിവില് കണ്ണീരിന്റെ ഉപ്പ് വീണപ്പോഴുണ്ടായ നീറ്റലാണ്. കഴുത്തിലൊരു താലി വീണാലും മുറിവ് ഉണങ്ങില്ല, നീറ്റൽ മാറില്ല. സത്യൻ പതർച്ചയോട് ചോദിച്ചു, അപ്പോ മരണം വരെ നീ എനിക്ക് മനസമാധാനം തരില്ല അല്ലേ? അഞ്ജന സത്യന്റെ അടുത്തെത്തി അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഞാൻ സുമംഗലിയാവണത് കാണാനല്ലേ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു കല്യാണം. ആ ആഗ്രഹം നടക്കും ഏട്ടാ. ശ്രീധരൻ എന്റെ കഴുത്തിൽ താലി ചാർത്തും. ആ രാത്രി ഞാൻ അയാളുടെ പെണ്ണാവും. പിറ്റേന്ന് മകന്റെ ശവത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയണ അവന്റെ അമ്മയോട് ഈ നാട് മുഴുവൻ കേൾക്കെ ഞാൻ ചോദിക്കും, മാനം കെടുത്തി പിച്ചി ചീന്തിയിട്ട് കല്യാണം കഴിച്ച ആ പെണ്ണിന് ലോകം എന്താ വിളിക്കാന്ന്? വെപ്പാട്ടീന്നോ അതോ വേശ്യാന്നോ? നെഞ്ചു പൊട്ടി കരയുമ്പോഴും ഉത്തരം പറയിക്കും ഞാൻ. തളർന്നു നിന്നിരുന്ന സത്യന് അപ്പോൾ അഞ്ജനയുടെ മുഖത്ത് നോക്കാൻ പേടിയായി. എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ അപ്പോഴേക്കും ഇവിടെ പോലീസ് വന്നിട്ടുണ്ടാവും. അതോടെ എന്റെ ഏട്ടന് മനസ്സമാധാനം കിട്ടും. അഞ്ജന വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. സത്യന്റെ കടക്കണ്ണിൽ ഒരു നീർത്തുള്ളി തിളങ്ങി. ഫ്ലവർ ഹൗസിലെ സ്വീകരണ മുറിയിലിരുന്ന് ഫയലുകൾ നോക്കുമ്പോഴും പണിക്കർ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അയാൾ പേടിയോടെ പ്രൈവറ്റ് റൂമിന് നേരെ നോക്കി. പെട്ടെന്നാണ് പോർച്ചിലൊരു ജീപ്പ് വന്നു നിന്നത്. ഞെട്ടലോടെ പണിക്കർ ചാടി എഴുന്നേറ്റ് പോർട്ടിക്കോയിലെത്തി. ജീപ്പിൽ നിന്നിറങ്ങിയത് ഗൺമാൻ റോയിച്ചനാണെന്ന് അറിഞ്ഞപ്പോഴാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. അടുത്തെത്തി റോയിച്ചൻ സല്യൂട്ട് ചെയ്തിട്ടും പരിഭ്രമം കൊണ്ട് പണിക്കർക്കൊന്നും മിണ്ടാനായില്ല. റോയിച്ചൻ അകത്തേക്ക് കടന്ന് പ്രൈവറ്റ് റൂമിന് നേരെ നടന്നു. ഒരാന്തലിലൂടെ പിന്നാലെ എത്തി പണിക്കർ ചോദിച്ചു, എന്താ എന്താ റോയിച്ച? ഇന്നലെ റൈഫിൾ ഞാൻ ഈ മുറിയിൽ വെച്ചിരുന്നു സർ. തടയാൻ കഴിയുന്നതിന് മുമ്പ് റോയിച്ചൻ വാതിൽ തുറന്ന് അകത്ത് കയറി. കണ്ണുകൾ പൊത്തിക്കൊണ്ട് പണിക്കർ കാതോർത്തു. ഒരു പിസ്റ്റളിന്റെ ഗർജനം, പിടഞ്ഞു തീരുന്ന നിലവിളി. അകത്ത് കടന്ന റോയിച്ചൻ റൈഫിളുമായി തിരിച്ചു വന്നപ്പോഴും കണ്ണുകൾ അടച്ച് സ്തബ്ധനായി നിൽക്കുകയായിരുന്നു ഗോവിന്ദ പണിക്കർ. അത്ഭുതത്തോടെ റോയിച്ചൻ ചോദിച്ചു, എന്തു പറ്റി സർ?
പണിക്കർ കണ്ണുകൾ തുറന്നു. ജീവനോടെ റോയിച്ചിനെ നേരിട്ട് കണ്ടിട്ടും അയാളുടെ പേടി മാറിയില്ല. അകത്ത് അകത്ത് ഐ എം സോറി സർ. റൈഫിൾ പ്രൈവറ്റ് റൂമിൽ വെക്കാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. റോയിച്ചൻ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പണിക്കർ ചോദിച്ചു, നിന്റെ അപ്പൻ എങ്ങനെയുണ്ട്? ഓ, അതൊന്നും സാരമില്ല സർ. ചെറിയൊരു പനിയാ. ഡോക്ടറെ കാണിച്ചു. 2 ദിവസം കൊണ്ട് മാറിക്കോളും. അങ്ങനെയല്ല റോയിച്ച, വയസ്സായവരല്ലേ. മക്കൾ എപ്പോഴും അടുത്ത് വേണമെന്ന് മോഹം കാണും. നീ 3-4 ദിവസം ലീവ് എടുത്തോ. ഈ ആഴ്ച എനിക്ക് ടൂർ പ്രോഗ്രാമുകൾ ഒന്നുമില്ല. പണിക്കർ പ്രൈവറ്റ് റൂമിന്റെ വാതിൽ ചേർത്തടച്ചു. അമ്മ മരിച്ചപ്പോ പോലും 1 മണിക്കൂർ തികച്ച് ഫ്ലവർ ഹൗസിൽ നിന്നും വിട്ടു നിൽക്കാൻ സമ്മതിക്കാതിരുന്നയാളാണ് പണിക്കർ സാർ. ഇപ്പോഴിതാ ചോദിക്കാതെ അവധി തരുന്നു. എന്തൊരത്ഭുതം. റോയിച്ചൻ മനസ്സിൽ കർത്താവിന് സ്തുതി പറഞ്ഞു. എന്നാ വേഗം പൊയ്ക്കോ. റൈഫിൾ സ്റ്റോർ റൂമിൽ വെച്ചിട്ട് റോയിച്ചൻ പടിയിറങ്ങി. അയാൾ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ പണിക്കർ പ്രൈവറ്റ് റൂമിന്റെ വാതിൽ തുറന്നു. അപ്പോഴവിടെ ഭൈരവൻ ബെഡിൽ അലസമായി ചാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. റോയിച്ചന് റൈഫിൾ ക്ലോസറ്റിൽ കൊണ്ടുവയ്ക്കാൻ തോന്നാതിരുന്നത് ഭാഗ്യമായി. ഒരു ബുള്ളറ്റ് പാഴായില്ല. ഇനി ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട പണിക്കരെ. വാതിൽ പൂട്ടിയേക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പണിക്കർ പ്രൈവറ്റ് റൂമിന്റെ വാതിൽ അടച്ചു പൂട്ടി. ഷർട്ടിട്ട് ലുങ്കിയും മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു ശ്രീധരൻ. ഊർമിള ചോദിച്ചു, എങ്ങോട്ടാ? അർജുൻ സാറിനെ ഒന്ന് കാണണം. കല്യാണത്തിന്റെ കാര്യം പറയാനാ. ആട്ടെ, ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു ഈ സാറ്? കല്യാണ ചെലവിനുള്ള പണമുണ്ടാക്കാൻ പഴയ പണി വീണ്ടും തുടങ്ങിയോ? ശ്രീധരൻ ചിരിച്ചു. അർജുൻ സാറെ വിളിച്ചിട്ട് പോയതാ. നിനക്കറിയോ, തൊപ്പിയും കുപ്പായം ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ ഈ ശ്രീധരൻ ചെയ്യുന്നത് പോലീസിന്റെ പണി തന്നെയാ. ഒരു കാര്യം ഞാൻ തുറന്നു പറയണതുകൊണ്ട് ഏട്ടന് വിഷമം തോന്നരുത്. വെട്ടിക്കൊല്ലാൻ കാത്തു നിന്നിരുന്ന ഒരു പെണ്ണാ പകയൊക്കെ മറന്ന് കൂടെ വരാൻ പോണത്. അഞ്ജനയുടെ മനസ്സ് മാറാൻ ഞാൻ പെട്ട പാട് ഈശ്വരന് മാത്രമേ അറിയൂ. ഇനി തല്ലാനും കൊല്ലാനും ഒക്കെ നടന്ന അമ്മയെ കണ്ടുപിടിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ പോലീസുമായുള്ള ഈ ചങ്ങാത്തം. നഷ്ടപ്പെട്ടതൊക്കെ ഓരോന്നായിട്ട് ഈശ്വരൻ തിരിച്ചു തരുമ്പോ ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. ആരും ഒരു പണിയും തന്നില്ലെങ്കിൽ ചുമടെടുക്കാൻ പോകും ഞാൻ. സന്തോഷം തോന്നുന്നു ഏട്ടാ. ഒരാളെയെങ്കിലും തിരുത്താൻ എനിക്ക് കഴിഞ്ഞൂലോ. അച്ഛന്റെയും അമ്മയുടെ ആത്മാവിന് ഇപ്പൊ മോക്ഷം കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പ്. ശ്രീധരൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഓർത്തതുപോലെ ഊർമിള വിളിച്ചു, ഏട്ടാ. ശ്രീധരൻ വെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. അമ്മയെ കാണിക്കുന്നത് വരെ നീട്ടിക്കൊണ്ടു പോണോ? ആരെങ്കിലും ഇടങ്കോലിട്ടാ അത് പ്രശ്നാവും. നിശ്ചയം കഴിഞ്ഞിട്ട് പോലും വിരലിലെ മോതിരം ഊരി ചെക്കന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞവള അഞ്ജന എന്ന് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാലും അമ്മയെ കണ്ടുപിടിക്കാലോ ഏട്ടാ. അപ്പോൾ ശ്രീധരനും ഊർമിള പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചായാലും കുറച്ച് കാശ് കരുതേണ്ടി വരും കയ്യില്. പിന്നെ നല്ലൊരു താലിമാല വാങ്ങണ്ടേ. കയ്യിൽ കിടന്നിരുന്ന വളകളൂരി ഊർമിള ശ്രീധരന്റെ നേരെ നീട്ടി. ഇത് വെച്ചോളൂ. ശ്രീധരൻ അത് വാങ്ങാൻ മടിച്ചു. ഊർമിള കുസൃതിച്ചിരിയോടെ പറഞ്ഞു, വെറുതെ തരണതല്ല, തിരിച്ചിങ് തന്നേക്കണം. എന്റെ കല്യാണത്തിനേ ചുമടെടുത്ത് കെട്ടിയ പെണ്ണിനെ പോറ്റാൻ പോണ ആണല്ലേ. അതിന്ന് കുറെ മിച്ചം വെച്ച് ഈ പെങ്ങളുടെ കല്യാണം നടത്താം. അപ്പോ മിഞ്ഞ പറഞ്ഞാലുണ്ടല്ലോ, വിശ്വരൂപം കാട്ടും ഈ ഊർമിള. അറിയാതെ ശ്രീധരന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ വെറുത്തതിനു പകരം ഇരട്ടി സ്നേഹം തന്ന് സന്തോഷിപ്പിക്കുകയാണ് ഊർമിള. പകരം കൊടുക്കാൻ ഇപ്പോ തന്റെ കയ്യിൽ ജീവൻ മാത്രമേ ഉള്ളൂ. ഊർമിള മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. വളകൾ ശ്രീധരന്റെ കയ്യിൽ കൊടുത്തു. പണയം വെച്ച ആവശ്യത്തിനുള്ള കാശ് കിട്ടില്ല, വിറ്റോളൂ ഏട്ടാ. അപ്പോഴാണ് സത്യൻ നീന്തി വലിഞ്ഞ് പടി കടന്നു വരുന്നത് അവൾ കണ്ടത്. അത്ഭുതത്തോടെ ഊർമിള പറഞ്ഞു, സത്യേട്ടൻ. ശ്രീധരൻ പടിക്കലേക്ക് നോക്കി. ക്രച്ചസ് തറയിലൂന്നി ആയാസപ്പെട്ട് നടന്നു വരുന്ന സത്യനെ അയാളും കണ്ടു. ശ്രീധരൻ അങ്ങോട്ട് ഓടിച്ചെന്ന് സത്യനെ താങ്ങി പിടിച്ചു. അയാളുടെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി സത്യം പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ശ്രീധര. കല്യാണം നേരത്തെ നടത്തണമെന്നല്ലേ? ഊർമിളയും അത് തന്നെ പറഞ്ഞു. അമ്മ വരാൻ കാത്തു നിൽക്കണ്ട, അടുത്ത മുഹൂർത്തം ഏതാണെന്ന് നോക്കിക്കോളൂ. നിർവികാരനായി സത്യം പറഞ്ഞു, ഈ കല്യാണം നടക്കില്ല ശ്രീധര. കവിളടച്ച് ഒരടി കിട്ടിയതുപോലെ ശ്രീധരൻ നടുങ്ങി. അയാൾക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല. ഊർമിള ചോദിച്ചു, എല്ലാം തീരുമാനിച്ചിട്ട് പെട്ടെന്ന് എന്താ ഏട്ടാ ഇങ്ങനെ? ചേച്ചി എതിർത്തെന്തെങ്കിലും പറഞ്ഞോ? സത്യൻ ഊർമിളയെയോ ശ്രീധരനെയോ നോക്കിയില്ല. എനിക്ക് സമ്മതമല്ല. ഊർമിളയുടെ മുഖം വാടി. യാന്ത്രികമായി ശ്രീധരൻ ചോദിച്ചു, അവക്കോ? അറുത്തു മുറിച്ചതുപോലെ സത്യം പറഞ്ഞു, എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞില്ലേ, വേറൊന്നും ചോദിക്കണ്ട. ഇനി കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് വരരുത്. സത്യൻ തിരിഞ്ഞു നടന്നു. ഊർമിള കരയാൻ തുടങ്ങിയിരുന്നു. അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു, സാരമില്ല,
അവളെ മോഹിക്കാൻ പോലും അവകാശമില്ലാത്തയാളാ ഞാൻ. മറന്നേക്ക് ഊർമിളെ. ഞാൻ അഞ്ജനെ പോയി ഒന്ന് കണ്ടാലോ ഏട്ടാ? വേണ്ട, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി നിർബന്ധിക്കണ്ട. ശ്രീധരൻ കയ്യിലിരുന്ന വളകൾ ഊർമിളയെ ഏൽപ്പിച്ചു. സത്യം തിരിച്ചു ചെന്നപ്പോ അഞ്ജന കിണറ്റുകരയിൽ നിന്ന് തുണികൾ അലക്കുന്നുണ്ടായിരുന്നു. അവൾ ചോദിച്ചു, ഏട്ടൻ എങ്ങോട്ടാ പോയത്? നിസ്സംഗതനായി സത്യം പറഞ്ഞു, ശ്രീധരനെ കാണാൻ. അഞ്ജന അത്ഭുതത്തോടെ ചോദിച്ചു, എന്തിനാ? ഈ കല്യാണം വേണ്ടാന്ന് പറയാൻ. അഞ്ജന പിഴിഞ്ഞ തുണികൾ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് സത്യന്റെ അടുത്ത് ചെന്നു. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഏട്ടൻ പറഞ്ഞു അല്ലേ? ഇല്ല, പക്ഷെ പറയും. എന്നെ ധിക്കരിച്ച് നീ മറുത്തൊരു തീരുമാനമെടുത്ത. എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് കല്യാണം നടക്കില്ല എന്ന് മാത്രമേ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും നിന്റെ മനസ്സിൽ നല്ലതൊന്നുമില്ലാന്ന് അവൻ അറിയണ്ട. പവിത്രമായ ഒരു ഉടമ്പടിയാണ് കല്യാണം. നിനക്കതിന്റെ വില അറിയില്ല. ഈ ജന്മത്ത് എന്റെ അനിയത്തിയുടെ കഴുത്തില് ഒരു താലി വീണത് കാണാനുള്ള ഭാഗ്യമില്ലാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. സത്യൻ ഉമ്മറത്തേക്ക് നടന്നു. ശിലാപ്രതിമ പോലെ അഞ്ജന അനക്കമറ്റു നിന്നു. ഏട്ടനോട് സത്യം തുറന്നു പറഞ്ഞത് തെറ്റായിപ്പോയി എന്നവൾക്ക് മനസ്സിലായി. എന്നിട്ടും ഉള്ളിലെ കനൽ കെട്ടില്ല. ഈശ്വരൻ നേരിൽ കൊണ്ടു തന്നതാണ് അവനെ. ഇനി വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറാൻ ഈ അഞ്ജനയ്ക്കാവില്ല. തടയാൻ വരണത് ഏട്ടനായാലും തന്റെ ശത്രുവാണ്. ഇത് അവസാനത്തൂഴം. ഇവിടെ പിഴച്ച ഇത്രയും കാലം കാത്തുവെച്ച ഈ ജീവിതം നിശ്ചലമാക്കി ശ്രീധരന്റെ കാൽച്ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കും താൻ. അഞ്ജനയുടെ മനസ്സിൽ തീയാളുന്നത് സത്യം കണ്ടില്ല. അവളുടെ ഉള്ളിൽ ഇടിമുഴങ്ങിയതും അയാൾ കേട്ടില്ല. അടുത്തു നിന്നിരുന്ന രാജീവ്നാഥിനെ നോക്കി മാധവൻ തമ്പി പറഞ്ഞു, സൂചിമ തപസിരുന്ന പോലും അർജുൻ ഇനി ഭൈരവനെ കണ്ടുപിടിക്കില്ല. മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് ഇനി അവന് ഈ തമ്പിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. അധികം വൈകാതെ ഭൈരവൻ തിരിച്ചു വരും. അതുവരെ അണയാൻ പോണ വിളക്ക് പോലെ അവൻ ആളി കത്തിക്കോട്ടെ, രാജീവ്നാഥ് പറഞ്ഞു. അമിതമായി ഈ ആത്മവിശ്വാസം കൊണ്ടാണ് പലതവണ കാലിടറിയത്. അർജുനെ അത്ര വേഗം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതണില്ല. ജനുസിന്റെ ഗുണമുള്ള തീക്കാറ്റാണ് അവൻ. നമ്മുടെ നായ്ക്കളെ വെടിവെച്ചു കൊന്നില്ലേ? കാർ തകർത്തില്ലേ? നിങ്ങളെ വിലങ്ങ് വെച്ച് ലോക്കപ്പിലിട്ടില്ലേ? മണം പിടിച്ച് ഭൈരവന്റെ പിന്നാലെ വന്നില്ലേ? ഇപ്പോഴവൻ തേടി നടക്കുന്നത് ചന്ദ്രചൂഡന്റെ പിന്നാമ്പുറ കഥകളാ. തമ്പി ചിരിച്ചു. താൻ എന്താടോ അർജുന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇപ്പോഴവന് കിട്ടിയതൊക്കെ ഞാൻ എറിഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ്. അത് നക്കി നുണഞ്ഞ് ഒരായുസ് മുഴുവൻ കാത്തിരുന്നാലും തമ്പി വരച്ചിട്ടുള്ള ലക്ഷ്മണ രേഖ താണ്ടാൻ പറ്റില്ലടോ അവന്. ചന്ദ്രചൂഡന്റെ കഥയറിയാൻ ശവക്കുഴി മാന്തിയിട്ട് കാര്യമില്ല. അവനോടൊപ്പം ആ കഥകളും മാഞ്ഞുപോയി. പക്ഷേ സക്കറിയ അർജുന്റെ കസ്റ്റഡിയിലുണ്ട്. മേല് നൊന്ത ജനിപ്പിച്ച തന്തയെ പോലും ഒറ്റിക്കൊടുക്കും ആ തെണ്ടി. പിന്നെയുള്ളത് ഡോക്ടർ ബാബു ചെറിയാൻ. ഒരു VIP സത്യവാങ്മൂലം തെളിവുകളില്ലാതെ കാരണം പറഞ്ഞ് കോടതിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോഴും തമ്പി ചിരിച്ചു. അവരുടെ കാര്യമോർത്ത് താൻ ആദ്യ പിടിക്കണ്ട. എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? ഉണ്ട്. തമ്പി കൗതുകത്തോടെ രാജീവ്നാഥിനെ നോക്കി. ശ്രീധരൻ ഇപ്പോ അർജുന്റെ കൂടെയാണ്. രാമായണം വായിച്ചിട്ടുണ്ടല്ലോ. വിഭീഷണൻ ശത്രുപക്ഷത്ത് ചേർന്നതുകൊണ്ടാണ് ശ്രീരാമൻ ലങ്ക കീഴടക്കിയത്. അതുപോലെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ശ്രീധരൻ ഒരു ദിവസം ഈ ബംഗ്ലാവിന്റെ അടിത്തറ തോണ്ടും. തമ്പിയുടെ ചുണ്ടിലെ ചിരി രാജീവ്നാഥ് ശ്രീധരനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മാഞ്ഞു പോയിരുന്നു. പൊന്നു കായ്ക്കണ മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ അത് വെട്ടിക്കളയണം. സ്നേഹിച്ച് വളർത്തിയ നായയാണെങ്കിലും ഭ്രാന്ത് പിടിച്ച തല്ലിക്കൊല്ലണം. എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തമ്പി നീട്ടിമൂളി. അപ്പോൾ അർജുന്റെ ക്യാബിനിലേക്ക് രഘു കടന്നു വന്നു. അയാൾ പറഞ്ഞു, സക്കറിയ പറഞ്ഞു തന്ന താവളങ്ങളിലൊക്കെ അന്വേഷിച്ചു സർ. അവിടെ എങ്ങും ഭൈരവനില്ല. ഗോഡൌണിലും കണ്ടില്ല എന്ന് ശ്രീധരൻ പറഞ്ഞല്ലോ. എന്തായാലും ബംഗ്ലാവിൽ ഒളിപ്പിച്ചു വെക്കാൻ തമ്പി തയ്യാറാവില്ല. നമ്മൾ ഊഹിച്ചത് ശരിയാണ് രഘു. അവൻ കടന്നു കളഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്ങോട്ട്? രഹസ്യം ചോരില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് തമ്പി ഭൈരവനെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതെവിടെയാണെന്ന് കണ്ടെത്തണം. അർജുൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അത് കേരളത്തിൽ മാത്രമാവണമെന്നില്ലല്ലോ. ചെന്നൈയിലേക്കോ കർണാടകത്തിലേക്കോ കൊണ്ടുപോയിക്കൂടെ അവനെ? അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് രഘു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും സർ? കാത്തിരിക്കാം. വൈകാതെ അവനെ കൊണ്ടുപോയിട്ടുള്ള ആൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞു തരും. ഒരു തമാശ കേട്ടതുപോലെ രഘു പുഞ്ചിരിച്ചു. കൈകൾ പിന്നിൽ കെട്ടി മുറിയിൽ അലസമായി നടന്നുകൊണ്ട് അർജുൻ തുടർന്നു. പണ്ടേ മരിച്ചുപോയ കാട്ടുരാജാവിനെ അത്ര എളുപ്പമൊന്നും ആർക്കും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സാധാരണ ഗുണ്ടയെ ആ ദൗത്യം ഒരിക്കലും തമ്പി ഏൽപ്പിക്കാൻ ഇടയില്ല. സക്കറിയ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെയുള്ളത് യൂസഫ് അലി. രണ്ടുപേർക്കും ഗുണ്ട എന്ന പേര് മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പൊ തമ്പിക്ക് നല്ലതുപോലെ അറിയാം.
അർജുൻ പറയുന്നതെല്ലാം ശരിവെക്കുന്ന മട്ടിൽ രഘു തലയാട്ടി. ബാക്കിയുള്ളത് രണ്ടേ രണ്ടുപേർ. തമ്പിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ നമ്മുടെ ഹീറോ ഹരിപ്രസാദ്. തൽക്കാലം ഒരു നീണ്ട യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇപ്പോഴയാൾക്ക്. ശ്രീധരനുമായുള്ള ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതല്ലേ ഉള്ളൂ? ആകാംക്ഷയോടെ രഘു ചോദിച്ചു. പിന്നെയുള്ളയാൾ അഡ്വക്കേറ്റ് രാജീവ് നാഥ് അല്ലേ? അർജുൻ പറഞ്ഞു. അഡ്വക്കേറ്റ് എന്ന വിശേഷണമുള്ളതുകൊണ്ട് ഒരു റിസ്ക് എടുത്താലും അത്യാഹിതമൊന്നും സംഭവിക്കില്ല. കാറിൽ എബിളമുള്ളതുകൊണ്ട് കാര്യമായ പരിശോധനയും ഉണ്ടാവില്ല. അത്ഭുതത്തോടെ രഘു ചോദിച്ചു. സാർ പറയുന്നത് അയാളാണോ ഭൈരവനെ? ഇടയ്ക്ക് കയറി അർജുൻ പറഞ്ഞു. കൺക്ലൂഷനിൽ എത്തരുത്. ഞാനൊരു ഡൗട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അന്വേഷിക്കാം. അയാൾ ഇന്നലെ ഈ ടൗൺ വിട്ട് എങ്ങോട്ടെങ്കിലും പോയിരുന്നോന്ന്? രോഷത്തോടെ രഘു പറഞ്ഞു. നല്ല അഡ്വക്കേറ്റ്സിന് പേര് ദോഷമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ ജന്തു. നമ്മുടെ കൂട്ടത്തിലുമില്ലേ ഇതുപോലുള്ള ചിലർ? കാര്യമാക്കേണ്ട. പക്ഷേ നമുക്ക് സത്യം അറിയണം. ഭൈരവനെ രക്ഷിക്കാൻ രാജീവ് നാഥ് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ പവിത്രമായ ആ ഗൗൺ ഇടാൻ പാടില്ല. രഘുമോളി, ഇനി ഒരു കാര്യം കൂടി. ഡോക്ടർ ബാബു ചെറിയാന് കനത്ത സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് അല്പം മുമ്പ് കമ്മീഷണർ ദിലീപ് മേനോൻ എന്നോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടായില്ല. നമ്മുടെ നൈറ്റ് സ്ക്വാഡിലെ ചുറുചുറുക്കുള്ള 10-12 പേർ കൂടി മഫ്തിയിൽ വീടിന്റെ പരിസരത്ത് വേണം. ഇനി തമ്പിക്ക് ആവശ്യം ചെറിയാന്റെ ജീവനാണ്. യെസ് സർ. സല്യൂട്ട് ചെയ്ത് രഘു പുറത്തു കടന്നു. ഏറുമാടത്തിനുള്ളിൽ പഴയതുപോലെ കാട്ടുവള്ളികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു രുക്മണി. കണ്ണുകളിലെ പകയുടെ തീക്കുട്ടുകൾക്കിടയിൽ മാതൃത്വത്തിന്റെ അവ്യാജ്യമായ വർണ്ണത്തിളക്കം. ഏറുമാടം കുലുങ്ങിയപ്പോൾ ആരോ വരുന്നുണ്ടെന്ന് രുക്മിണിക്ക് മനസ്സിലായി. വെറുപ്പോടെയാണ് അവൾ പുറത്തേക്ക് നോക്കിയത്. ഏറുമാടത്തിനുള്ളിലേക്ക് കുറുനരിയുടെ മുഖമുള്ള ഒരു തടിയൻ കടന്നു വന്നു. അയാളുടെ കയ്യിൽ പഴയ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. രുക്മിണിക്ക് ആളെ മനസ്സിലായി. ജീവനോടെ പച്ചയ്ക്ക് ശത്രുക്കളുടെ അവയവങ്ങൾ അറുത്തെടുക്കുന്ന പിശാച് ആൽബർട്ട് ഡിസൂസ. എത്രയോ വട്ടം ഭീകരമായ ആ കാഴ്ച നേരിൽ കണ്ടിരിക്കുന്നു. പാഴ്സൽ അകത്തേക്കിട്ട് ഡിസൂസ കൈകളിൽ കെട്ടഴിച്ചു. എന്തെങ്കിലും ഞെണ്ണിട്ട് 2 ദിവസമായില്ലേടി. ചത്തുപോവാണ്ടിരിക്കാൻ വേണ്ടി തരണതാ, അതും ഭൈരവൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ മണികണ്ഠനെ കൊന്ന നിന്നെ പച്ചയ്ക്ക് തിന്നേനെ. രുക്മണി പാഴ്സലിലേക്ക് നോക്കിയതേയില്ല. ഡിസൂസയ്ക്ക് ദേഷ്യം വന്നു. പിന്നിൽ തൂക്കിയിട്ടിരുന്ന റൈഫിൾ എടുത്ത് രുക്മണിയുടെ തലയ്ക്ക് നേരെ ഊങ്ങിക്കൊണ്ട് അയാൾ ഗർജിച്ചു. തിന്നടി ചൂലെ. വെറുപ്പോടെയാണ് രുക്മണി പൊതിയെടുത്ത് തുറന്നത്. ഒരു നടുക്കം, സിരകളിലൊരു സ്ഫോടനം, കാതുകൾക്കരിയെ ഒരു ശൃംഗാരച്ചിരി, ഒപ്പം മദ്യത്തിന്റെ മണമുള്ള വാക്കുകൾ. തമ്പിയോട് ഞാൻ പറയണുണ്ട്, നിന്നെ മൊത്തമായിട്ട് വിലക്ക് തന്നേക്കാൻ. ആ പഴയ ന്യൂസ് പേപ്പറിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വൃത്തികെട്ട മുഖം രുക്മണി കണ്ടു. ഫോട്ടോയുടെ താഴെ ഒരു വാർത്തയും ഉണ്ടായിരുന്നു. അഴിമതിക്കാരെ മന്ത്രിസഭയിൽ വെച്ചു പൊറിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി രാഘവ പിഷാരടി. രാഘവ പിഷാരടി ആരും പറഞ്ഞു തരാതെ തന്നെ ആ ദുഷ്ടനെ ഈശ്വരൻ തനിക്ക് കാട്ടി തന്നിരിക്കുന്നു. പാഴ്സലിന്റെ പൊതി പൊക്കിയെടുത്ത് രുക്മണി മുന്നോട്ടാഞ്ഞു. അത് ഡിസൂസയുടെ മുഖത്ത് ചേർത്ത് വെച്ച് സർവശക്തിയും സംഭരിച്ചവൾ പിന്നോട്ട് തള്ളി. ഡിസൂസ തലകീഴായി താഴേക്ക് മറിഞ്ഞു. ഏറുമാടം കുലുങ്ങി. അമർത്തിയ ഒരു നിലവിളി കേട്ടു. കാട് അത് ഏറ്റുവിളിച്ചു. ഏത് നിമിഷവും റൈഫിളുകൾ ഒന്നിച്ച് ഗർജിക്കുമെന്ന് രുക്മണിക്ക് മനസ്സിലായി. മരിക്കുമെന്ന് ഉറപ്പായിട്ടും അവൾ അപ്പോൾ ചിന്തിച്ചത് മുഖ്യമന്ത്രി രാഘവ പിഷാരടിയെ പറ്റി മാത്രമാണ്. കാത്തിരുന്നത് വെറുതെയായി. ആ പിശാച് പിന്നെയും ജീവിക്കും. താഴെ നിന്ന് ഒരനക്കവും കേൾക്കാഞ്ഞപ്പോൾ രുക്മണിക്ക് അത്ഭുതമായി. ഡിസൂസ കൂട്ടുകാരെയും കൊണ്ട് എന്താണ് മുകളിലേക്ക് വരാത്തത്? ഭൈരവന്റെ അനുമതിയില്ലാതെ തന്നെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണോ? രുക്മണി വളരെ വേഗം പെട്ടെന്ന് കാലുകളിലെ കെട്ടഴിച്ചു. ഏറുമാടത്തിന്റെ അറ്റത്ത് വന്ന് അവൾ താഴേക്ക് നോക്കി. അവിടെ ഇതളുകൾ അടർന്ന ചെമ്പരത്തിപ്പ് പോലെ ചിതറിക്കിടക്കുന്ന ഡിസൂസ. തൊട്ടടുത്ത് കിടന്നിരുന്ന കൂർത്ത പാറക്കല്ലിൽ കട്ട പിടിച്ച ചോരയും ചെറിയ മാംസകഷ്ണങ്ങളും. വീഴ്ചയിൽ തല പാറയിലിടിച്ച ഡിസൂസയുടെ കഥ കഴിഞ്ഞുവെന്ന് രുക്മണിക്ക് മനസ്സിലായി. ആരും അത് അറിഞ്ഞിട്ടില്ല. അയാളുടെ കൂട്ടുകാരൊക്കെ ദൂരെ എവിടെയോ ആണ്. അവൾ മെല്ലെ താഴേക്കിറങ്ങി. കാട്ടുവള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഏണി ഊഞ്ഞാൽ പോലെ ആടി. വീഴാതിരിക്കാൻ അവൾ അതിൽ മുറുക്കെ പിടിച്ചു. ഈശ്വരന്മാരെ മനമുരുകി വിളിച്ചുകൊണ്ടാണ് അവൾ ഓരോ അടിയും മുന്നോട്ട് വെച്ചത്. രക്ഷപ്പെടണം. ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാനല്ല, പെണ്ണിനെ കളിപ്പാട്ടം പോലെ ഞെരിച്ചുടച്ച ഒരു ദുഷ്ടന്റെ അവസാനത്തെ പിടച്ചിൽ കാണാൻ. വള്ളിയിലുരഞ്ഞ് കൈകൾ മുറിഞ്ഞിട്ടും അവൾ താഴെ എത്തി. അവസാനത്തെ പടിയിൽ ചവിട്ടിയപ്പോഴാണ് പിടുത്തം വിട്ടുപോയത്. അവൾ തല്ലിയലച്ച് ഡിസൂസയുടെ ശവശരീരത്തിലേക്ക് വീണു. നാവിൻ തുമ്പിലെത്തിയ നിലവിളി ഞെരിച്ചമർത്തിയിട്ട് രുക്മിണി പിടഞ്ഞെഴുന്നേറ്റു. പിന്നെ കാലുകൾക്ക് ചിറകുകൾ മുളച്ചതുപോലെ മുന്നോട്ടോടി. കുത്തി നോവിക്കാൻ കൂർത്ത പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. വരിഞ്ഞു കെട്ടാൻ കാട്ടുവള്ളികളും.
മുൾച്ചെടികൾ ശരീരത്തിലാകെ പോറലുണ്ടാക്കി. പിന്നിൽ എവിടെയോ വിഷസർപ്പങ്ങളുടെ ചീറ്റൽ, ദൂരെ ചിഹ്നം വിളിക്കുന്ന ഒറ്റയാൻ, ചുറ്റും കാട്ടുമൃഗങ്ങളുടെ മുരൾച്ച. ഒന്നും രുക്മിണിയുടെ വഴി മുടക്കിയില്ല. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിലൂടെ നെട്ടോട്ടം ഓടുമ്പോഴും ഒരു മന്ത്രം പോലെ ആ പേര് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. രാഘവ പിഷാരടി. തുളസിത്തറയിൽ അന്തിത്തിരി കൊളുത്തുമ്പോഴാണ് ഊർമിള പടിക്കൽ അഞ്ജനയെ കണ്ടത്. അവൾ അത്ഭുതപ്പെട്ടുപോയി. എണ്ണ പുരണ്ട കൈ നെറ്റിയിൽ തുടച്ച് വിടർന്ന ചിരിയോടെ അവൾ പറഞ്ഞു, വരൂ ചേച്ചി. അഞ്ജന നിസ്സംഗയായി ഊർമിളയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഈ നേരത്ത്? പറയാം, ശ്രീധരനില്ലേ ഇവിടെ? ഉണ്ട്. ഊർമിള അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ഏട്ടാ, ആരാ ഈ വന്നിരിക്കുന്നതെന്ന് നോക്കുവോ? ശ്രീധരൻ പുറത്തേക്ക് വന്നു. ആ സമയത്ത് അഞ്ജനയെ കണ്ടപ്പോൾ അയാൾക്കും അത്ഭുതമായി. മുഖമുയർത്താതെ അഞ്ജന ചോദിച്ചു, ഏട്ടൻ വന്നിരുന്നു അല്ലേ? ശ്രീധരൻ അലസമായി മൂളി. ഏട്ടൻ ഒന്നും മറന്നിട്ടില്ല. മനസ്സു മാറിയെന്ന് പറഞ്ഞതും വിശ്വാസമായിട്ടില്ല. അതിന് ഞാൻ എന്താ ചെയ്യുക? നെഞ്ചു പിളർത്തി കാട്ടിയാലും അത് ചെമ്പരത്തി പോവാന്ന് പറയണവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നെങ്കിലും അയാൾക്ക് എന്നെ മനസ്സിലാവും. അപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞ അന്ന് നടത്താം നമുക്ക് ഈ കല്യാണം. അഞ്ജന മുഖമുയർത്തി. കല്യാണം കഴിക്കുന്നത് ഏട്ടനല്ലല്ലോ, ഞാനല്ലേ? ഇത്രയും കാലം ഒരുപാട് തീ തിന്നത് ഞാൻ. ഇനി വയ്യ. നീ പറയണത് എനിക്ക് മനസ്സിലാവില്ല അഞ്ജനെ. അഞ്ജന ഉമ്മർത്ത് കയറി ശ്രീധരന്റെ അടുത്തെത്തി. നല്ലവനായി എന്ന് പലരും പറഞ്ഞതാ എന്നോട്. എന്നിട്ടും എനിക്ക് പകയായിരുന്നു. അതാ തേടി വന്നപ്പോഴൊക്കെ കൊല്ലാൻ തുനിഞ്ഞത്. സത്യം അറിയാൻ എനിക്ക് ഊർമിളയുടെ സഹായം വേണ്ടി വന്നു. സാരമില്ല, വൈകിട്ടില്ലല്ലോ. എന്നെ സ്വന്തമായി കിട്ടിയ മനസ്സിന്റെ വെങ്ങലടങ്ങുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. കല്യാണത്തിന് സമ്മതിച്ചത് സഹതാപം കൊണ്ടല്ല, ഒരു തുണ വേണമെന്ന് എനിക്കും തോന്നി തുടങ്ങി. സന്തോഷം കൊണ്ട് സ്വയം മറന്നു നിന്നിരുന്ന ശ്രീധരൻ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ അഞ്ജന ചോദിച്ചു, നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്റെ കഴുത്തിലൊരു താലി ചാർത്താമോ? മനസ്സ് 1000 വട്ടം സമ്മതം മൊഴിയിട്ടും ശ്രീധരന് മിണ്ടാനായില്ല. ആശങ്കയോടെ ഊർമിള ചോദിച്ചു, ഏട്ടൻ സമ്മതിക്കോ ചേച്ചി? ഇല്ല. പിന്നെ എങ്ങനെയാ? ഇടയ്ക്ക് കയറി അഞ്ജന പറഞ്ഞു. കല്യാണത്തിന് പെണ്ണിന്റെയും ചെക്കന്റെയും സമ്മതം മാത്രം മതി ഊർമിളെ. അപ്പോഴും ഊർമിള സംശയിച്ചു. സത്യേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ബഹളം കൂട്ടിയാലോ? കല്യാണം കഴിഞ്ഞിട്ടേ ഏട്ടൻ അതറിയൂ. ഊർമിള ശ്രീധരനെ നോക്കി. ഏട്ടൻ എന്താ ഒന്നും പറയാത്തെ? ശ്രീധരൻ അപ്പോൾ ഏഴഴകുള്ള ഒരു സ്വപ്നത്തിൽ മാലാഖയെ പോലെ ചുറ്റും പറന്നു നടന്ന് അഞ്ജന മനസ്സിനുള്ളിൽ ഒരു പൂക്കളം തീർക്കുന്നുണ്ടായിരുന്നു. മറുപടിക്ക് വേണ്ടി അഞ്ജന കാത്തു നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഊർമിള വീണ്ടും ചോദിച്ചു, പറയേട്ടാ, എന്താ ചെയ്യേണ്ടത്? സ്വപ്നത്തിൽ നിന്നുണർന്ന് ശ്രീധരൻ മന്ദഹസിച്ചു. അഞ്ജനയുടെ ഇഷ്ടം നടക്കട്ടെ ഊർമിളെ. ഊർമിള പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. അഞ്ജന പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എന്നാ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ രജിസ്റ്റർ ഓഫീസിലെത്തും. ശ്രീധരന്റെ നേരെ കണ്ണെറിഞ്ഞുകൊണ്ട് അവൾ കൂട്ടിച്ചേർത്തു, വരാതിരിക്കരുത്. അഞ്ജന തിരിഞ്ഞു നടന്നു. അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ആരോടൊന്നില്ലാതെ ഊർമിള പറഞ്ഞു, എന്തു പറ്റി ഈ സത്യേട്ടന്? കല്യാണ തീയതി പോലും നിശ്ചയിക്കാനിരുന്നതാ. വിവരം പറഞ്ഞപ്പോ എന്തൊരു സന്തോഷമായിരുന്നു മുഖത്ത്. ആരോ വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുറപ്പാ. ഈ നാട്ടിലുള്ളവർക്ക് ശ്രീധരൻ ഇപ്പോഴും മനുഷ്യനല്ലല്ലോ, വൃത്തികെട്ട വർക്കും. ശ്രീധരൻ പറഞ്ഞു, അവരെ കുറ്റം പറയാൻ പറ്റില്ല ഊർമിളെ. എന്നെ പറ്റി നല്ലത് എന്താ പറയാനുള്ളത്? പറഞ്ഞോട്ടെ. അഞ്ജന വീട്ടിലെത്തിയപ്പോൾ സത്യം ദേഷ്യത്തോടെ ചോദിച്ചു, എവിടെ പോയിരുന്നു ത്രിസന്ധിക്ക്? അഞ്ജന മിണ്ടിയില്ല. എനിക്കറിയാം, ശ്രീധരനെ കൊല്ലാനല്ലേ. അപ്പോഴും മറുപടി കിട്ടിയില്ല. എന്താ നടു റോഡിലിട്ട് കുത്തി മലർത്തിയോ അവനെ? ഇനി ഇങ്ങോട്ട് പോലീസ് വരുമോ നിന്നെ കൊണ്ടുപോകാൻ? അഞ്ജന അകത്തേക്ക് കയറി. പിന്നാലെ ചെന്ന് സത്യം ചോദിച്ചു, ഒരാള് നന്നായി എന്ന് പറയുമ്പോ നമ്മളത് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? വേണമെങ്കിൽ ഏട്ട നിന്റെ കാല് പിടിക്കാം. ഇനി അവനെ ഒന്നും ചെയ്യില്ല മോളെ. അഞ്ജന മെല്ലെ പറഞ്ഞു, മാപ്പ് കൊടുക്കാം. നല്ലവനായി എന്ന് സമ്മതിക്കാം. വേണമെങ്കിൽ മരണം വരെ കൂടെ പൊറുക്കാം. പക്ഷേ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു തരണം അവർ. ഏട്ടന്റെ തല്ലി ഒടിച്ച കാലുൾപ്പെടെ. തരാൻ പറ്റില്ലല്ലോ ഏട്ടാ. പിന്നെ എങ്ങനെ ഞാൻ അവനെ ജീവനോടെ ബാക്കി വെക്കും? സത്യൻ മിണ്ടിയില്ല. പിറ്റേന്ന് 10 മണിക്ക് തന്നെ അഞ്ജന രജിസ്റ്റർ ഓഫീസിലെത്തി. കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു അവൾ. ശ്രീധരനും ഊർമിളയും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആലിലെ താരി കോർത്ത് മഞ്ഞൾ പുരട്ടിയ പവിത്രമായ ചരട് ഊർമിള ശ്രീധരന്റെ കയ്യിൽ കൊടുത്തു. അത് അഞ്ജനയുടെ കഴുത്തിൽ കെട്ടുമ്പോൾ അയാളുടെ കൈകൾ വിറച്ചു. കണ്ണുകൾ ഈറനായി. ജന്മം നൽകിയവർക്ക് പോലും വേണ്ടാത്ത ഒരാഭാസനയാണ് സ്നേഹം തന്ന് ഈ പെണ്ണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ശ്രീധരൻ ഒറ്റയ്ക്കല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാം.
കൂടെയുള്ളത് ഭാര്യയല്ല, എന്നെന്നും ആരാധിക്കാനുള്ള ദേവിയാണ്. 15 മിനിറ്റ് കൊണ്ട് ചടങ്ങുകളൊക്കെ തീർന്നു. സാക്ഷികളുടെ സ്ഥാനത്ത് ഒപ്പിട്ടത് ടൗണിലെ 2 VIP-കളാണ്, SP അർജുനും CI രഘുവും. അവർ വധുവരന്മാരെയും കൂട്ടി ആദ്യം സത്യന്റെ അടുത്തേക്കാണ് പോയത്. കഴുത്തിൽ പൂമാലകളുമായി കാറിൽ നിന്നിറങ്ങിയ അഞ്ജനയെയും ശ്രീധരനെയും കണ്ടപ്പോൾ സത്യന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അയാളെ നോക്കി അർജുൻ പറഞ്ഞു, കഴിഞ്ഞതൊക്കെ മറക്കണം സത്യ. നീ വിചാരിക്കുന്നതിനേക്കാളൊക്കെ നല്ലവനാ ഇപ്പൊ ശ്രീധരൻ. ഈ ടൗണിലെ SP അല്ലേ പറയണത്, വിശ്വസിക്ക്. നിന്റെ അഞ്ജനയെ ഇവൻ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല, അതും ഉറപ്പ് തരികയാ ഞാൻ. പഴങ്കഥകളൊക്കെ അറിയാവുന്ന ആരെങ്കിലും വരുമോ ഇവളെ കല്യാണം കഴിക്കാൻ? നശിപ്പിച്ച ആള് തന്നെ ജീവിതം കൊടുക്കുമ്പോ സന്തോഷിക്കുക വേണ്ടത്. ശ്രീധരൻ സത്യന്റെ അടുത്തേക്ക് ചെന്നു. ഒന്നും മറക്കാൻ പറയണില്ല ഞാൻ, പക്ഷെ ഇനി എന്നെ വേദനിപ്പിക്കരുത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമാണിത്. ഇനി ഒരിക്കലും ശ്രീധരൻ കാരണം നാട്ടിലൊരു പെണ്ണിനും മാനം നഷ്ടപ്പെട്ടു എന്ന് ആരും പറയില്ല. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഞ്ജന സത്യനെ നോക്കി. തെറ്റാ ചെയ്തെന്നറിയാം, എന്നാലും വേറെ വഴിയില്ലാണ്ടായി ഏട്ടാ, പൊറുക്കണം. സത്യൻ മിണ്ടിയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് അകത്തേക്ക് വരൂ ഏട്ടൻ. ഒരക്ഷരം പോലും മിണ്ടാതെ സത്യൻ അഞ്ജനയോടൊപ്പം അകത്ത് ചെന്നു. താഴ്ന്ന ശബ്ദത്തിൽ അഞ്ജന പറഞ്ഞു, ഇപ്പൊ വേണമെങ്കിൽ ഏട്ടന് അർജുൻ സാറിനോട് ശ്രീധരനെ കൊല്ലുമെന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ എന്റെ ശവമേ കാണാൻ പറ്റൂ. അവന് കൊടുക്കാനുള്ള വിഷം ഇപ്പോ ചുവരെല്ലാമാറിയിലുണ്ട്. സത്യൻ ഞെട്ടിത്തെറിച്ചു പോയി. പേടിയോടെ അയാൾ പറഞ്ഞു, അരുത് മോളെ, അരുത്. അഞ്ജന അത് ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ എന്റെ ശവം, നാളെയാണെങ്കിൽ അവന്റെ ശവം. ഇനി ഏട്ടന് ഇഷ്ടമുള്ളത് ചെയ്യാം. ഗദ്ഗദത്തോടെ സത്യൻ ചോദിച്ചു, താലി കിട്ടിയപ്പോ ശ്രീധരൻ നിന്റെ ഭർത്താവായില്ലേ മോളെ, ഇനി വേണോ പകയും പ്രതികാരമൊക്കെ? യാചിക്കുക ഏട്ടൻ. കഴിഞ്ഞതൊക്കെ മറന്ന് നീ ശ്രീധരന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. സുഖം, അങ്ങനെ ഒരു വാക്ക് ഇന്നോളം കേട്ടിട്ടുണ്ടോ നമ്മള്? ഇല്ലല്ലോ ഏട്ടാ. കിട്ടാത്തതൊന്നും ഈ അഞ്ജന ആശിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്കത് വേണ്ട. അഞ്ജന അലമാരയുടെ നേരെ നടന്നു. വിഹ്വലനായി സത്യം വിളിച്ചു, മോളെ. അലമാറ തുറന്ന് പൊതിഞ്ഞ വിഷക്കുപ്പിയെടുത്ത് എളിയിൽ തിരുകിക്കൊണ്ട് അഞ്ജന പറഞ്ഞു, ഈ ജന്തുവിന് ഒരമ്മയുണ്ടെന്നല്ലേ പറഞ്ഞത്? ശവം അവർക്കാ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ കല്യാണം നേരത്തെ ആയിപ്പോയി. സാരമില്ല, മരുമകളെ കാണാൻ ആ തള്ള ജയിലിലേക്ക് വരാണ്ടിരിക്കില്ല. ആ പറയാനുള്ളതൊക്കെ അപ്പൊ പറഞ്ഞോളാം ഞാൻ. ഇനി ഏട്ടൻ അറക്കൽ തറവാട്ടിലേക്ക് വരണ്ട, നല്ലതൊന്നും അവിടെ കാണാനുണ്ടാവില്ല. അഞ്ജന പുറത്തേക്ക് നടന്നപ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ സത്യൻ വാവിട്ട് കരഞ്ഞു. പെങ്ങൾ പോകുന്നതിലുള്ള ദുഃഖം കൊണ്ടാണ് അയാൾ കരയുന്നതെന്ന് ശ്രീധരൻ കരുതി. കാർ അകന്നു പോയിട്ടും സത്യൻ കരച്ചിൽ നിർത്തിയില്ല. അഞ്ജന ശ്രീധരെ കൊല്ലുമെന്ന് അയാൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. കൊടുങ്കാട്ടിലൂടെ അപ്പോഴും ഇഴഞ്ഞു മുരുണ്ടു നീങ്ങുകയായിരുന്നു രുക്മണി. പലപ്പോഴും വഴി അവസാനിച്ചതുപോലെ തോന്നി. എങ്ങോട്ട് തിരിഞ്ഞാലും കൂറ്റം മരങ്ങളും പാമ്പിനെ പോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വള്ളികളും മാത്രം. ദാഹം കൊണ്ട് അവളുടെ തൊണ്ട വരണ്ടു. ക്ഷീണം കൊണ്ട് കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. എന്നിട്ടും അവൾ പുറത്തു കടക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചില്ല. ഒടുവിൽ ഈശ്വരൻ രുക്മിണിയോട് കരുണ കാണിച്ചു. ദൂരെ അവൾ ഒരു പുൽമേട് കണ്ടു. അതിനു മുകളിലെത്തിയപ്പോൾ ദൂരെ ഒരു പൊട്ടുപോലെ ടാർ റോഡ് കണ്ടു. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവൾ അങ്ങോട്ട് കുതിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നോവലിനെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.